റോമ സാമ്രാജ്യത്തെ വിറപ്പിച്ച അടിമയായ സ്പാർട്ടക്കസിന്റെ രണ്ടാമത്തെയും അവസാനത്തെയും പാർട്ടിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അങ്ങനെയെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. ക്രിക്സസിന്റെയും കൂട്ടരുടെയും ദുരന്ത വാർത്ത അറിഞ്ഞ സ്പാർട്ടക്കസിന്റെ ഹൃദയം നുറുങ്ങി. മരിച്ചവരെ ബഹുമാനിക്കുവാനായിട്ട് തന്റെ ഗോത്രക്കാർ നടത്തിവന്ന പരമ്പരാഗതമായിട്ടുള്ള ശവസംസ്കാര ചടങ്ങുകൾ അയാൾ ചിലപ്പോൾ ഓർത്തു കാണും. തന്റെ സഹോദരനെ പോലെ താൻ സ്നേഹിച്ച ക്രിക്സസിനു വേണ്ടി റോമാക്കാരോട് പ്രതികാരം ചെയ്യുവാനായിട്ട് അയാൾ നിശ്ചയിച്ചു. ഗ്ലാഡിയേറ്റർ വേദിയിലെ തന്റെ പോരാട്ടങ്ങൾ അദ്ദേഹം അപ്പോൾ ഓർത്തിരിക്കാം. അയാളുടെ പ്രതികാരം നിറഞ്ഞ മനസ്സിൽ ഒരു ആശയം രൂപപ്പെട്ടു. ക്രിക്സസിന്റെ മരണം അത്രയ്ക്ക് ആഴത്തിൽ സ്പാർട്ടക്കസിന്റെ മനസ്സിൽ മുറിവേൽപ്പിച്ചിരുന്നു. റോമാക്കാർ തന്നോടും ക്രിക്സസിനോടും അതുപോലെ മറ്റുള്ളവരോടും ചെയ്തതുപോലെ അവരോട് തിരിച്ചു ചെയ്യുവാനായിട്ട് അയാൾ ഉറപ്പിച്ചു. ക്രിക്സസിന്റെ മൃതദേഹം ഒരിക്കലും കണ്ടെടുത്തിട്ടില്ല എന്ന് അനുമാനിക്കപ്പെടുന്നു. ക്രിക്സസിന്റെ ഓർമ്മകൾ ആ മനുഷ്യനെ വല്ലാതെ തളർത്തി. അപ്പോഴും തന്റെ സുഹൃത്തിനെ കൊല്ലുകയും അവന്റെ സൈന്യത്തിന്റെ വലിയൊരു ഭാഗം നശിപ്പിക്കുകയും ചെയ്ത റോമൻ സൈന്യം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്തും ക്രിക്സസിനോട് ചെയ്തതുപോലെ സ്പാർട്ടക്കസിനെയും ഇല്ലാതാക്കുവാനായിട്ട് അവർ അതിവേഗത്തിൽ തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. റോമൻ റിപ്പബ്ലിക്കൻ പ്രവിശ്യയിൽ നിന്നും പുറത്തു കടക്കും മുൻപ് സ്പാർട്ടക്കസിനെയും കൂട്ടരെയും വളയാമെന്ന പ്രതീക്ഷയോടെ ക്ലോഡിയാനസ് തന്റെ ആളുകളെയും കൂട്ടി ആൽപസ് പർവ്വതത്തിലേക്ക് വേഗത്തിൽ മാർച്ച് ചെയ്തു. ഈ സമയത്തെ സാഹചര്യം ഇതാണ്. പബ്ലിക്കോളയും വലിയൊരു കൂട്ടം സൈനികരും സ്പാർട്ടക്കസിന്റെ പിന്നിൽ നിന്നും അവരെ പിന്തുടരുകയാണ്. സ്പാർട്ടക്കസിനെയും വിമതരെയും അവസാനിപ്പിച്ച് അടിമകലാപത്തെ എന്നേക്കുമായിട്ട് അമർച്ച ചെയ്യുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. സ്പാർട്ടക്കസ് ആൽപസ് പർവ്വത നിരകളിലേക്കും പിന്നെ അവിടെ നിന്ന് സ്വന്തം വീട്ടിലേക്കും ഓടിപ്പോകുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. എന്നാൽ മറിച്ചാണ് സംഭവിച്ചത്. പ്രതികാരദാഹിയായി മാറിയ സ്പാർട്ടക്കസ് ഒരു ഭീരുവിനെ പോലെ കോൺസൽമാർ നയിക്കുന്ന റോമൻ സൈന്യത്തിനെ പേടിച്ച് ഒളിച്ചോടുവാനായിട്ട് ഉദ്ദേശിച്ചിരുന്നില്ല. അയാളും കൂട്ടരും അവരെ തിരിച്ചാക്രമിക്കുവാനായിട്ട് തയ്യാറെടുത്തു. സ്പാർട്ടക്കസിന്റെ അടിമ സേനയെക്കാളും മികച്ച സായുധ സേനകളും നവീനമായിട്ടുള്ള ആയുധങ്ങളും റോമിന് ഉണ്ടായിരുന്നുവെങ്കിലും സ്പാർട്ടക്കസിന് മറ്റൊരു മുൻഗണന റോമിനേക്കാളും ഉണ്ടായിരുന്നു. അത് അതീവ ശക്തമായിട്ടുള്ള ഒരു കുതിരപ്പട റെജിമെന്റ് ആയിരുന്നു. കപ്പുവായിൽ നിന്നും ആദ്യം ഒളിച്ചോടിയ സമയത്ത് അവർക്ക് കുതിരകളെ സംഘടിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഒരു വസ്തുത മറക്കരുത്. സ്പാർട്ടക്കസും നിരവധി അടിമകളും ത്രാക്സിയന്മാരായിരുന്നു. അവർക്കൊരു പ്രത്യേകത ഉണ്ട്. അവർ തലമുറകളായിട്ട് പർവ്വത നിരകളിൽ അലഞ്ഞു നടക്കുന്ന കാട്ടുകുതിരകളെ മെരിക്കുന്നവരായിരുന്നു. കാട്ടുകുതിരകളെ വെറും കൈകൊണ്ട് പിടിക്കുകയും കൃഷിയിടങ്ങളിലെ കുതിരകളെ മോഷ്ടിക്കുകയും ചെയ്ത് അവയെ മെരുക്കിയെടുക്കുക എന്നത് ഈ മനുഷ്യരെ സംബന്ധിച്ച് കേവലം കുട്ടിക്കളി മാത്രമായിരുന്നു. സ്പാർട്ടക്കസ് തന്റെ കുതിരപ്പടയെ നന്നായിട്ട് ഉപയോഗിച്ചു. ആ സമയത്ത് അപ്പനൈൻ മലനിരകളിലെ ലെൻഡുല താഴ്വാരത്തിൽ ക്ലോഡിയാനസ് ഒരു കാലാൾപ്പട വരുവാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ആ സമയത്താണ് സ്പാർട്ടക്കസും അദ്ദേഹത്തിന്റെ കുതിരപ്പടയും വളരെ അപ്രതീക്ഷിതമായിട്ട് അവരുടെ മേൽ ആക്രമണം അഴിച്ചുവിട്ടത്. സ്തംഭിച്ചു പോയ ക്ലോഡിയാനസിനും കൂട്ടർക്കും പ്രതിരോധിക്കുവാൻ പോലും സമയം കിട്ടിയില്ല. സ്പാർട്ടക്കസിന്റെ കുതിരപ്പട ക്ലോഡിയാനസിന്റെ സൈന്യത്തിനെ കീറി മുറിച്ചാണ് മുന്നേറിയത്. കോൺസൽ ക്ലോഡിയാനസ് കാലുകൾക്കിടയിൽ വാലും തിരികെ റോമിലേക്ക് ജീവനും കൊണ്ട് തിരിച്ചോടി. ആ പോരാട്ടത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ക്ലോഡിയാനസിന്റെ സൈന്യം പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു. അവർ പിന്തിരിഞ്ഞോടി. ക്ലോഡിയാനസിന്റെ എല്ലാ സാധനങ്ങളും വിമതർ മോഷ്ടിച്ചു. പിന്നീട് സ്പാർട്ടക്കസിന്റെ ശ്രദ്ധ പബ്ലിക്കോളയുടെ നേർക്ക് തിരിഞ്ഞു. അധികം വൈകാതെ പബ്ലിക്കോളയും സ്പാർട്ടക്കസിന്റെ കരുത്തെറിഞ്ഞു. അയാളും അപമാനിതനായിട്ട് റോമിലേക്ക് മടങ്ങി. വിമതർ അപ്പോഴും അഴിഞ്ഞാടുകയായിരുന്നു. അവരുടെ ശക്തി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അതോടെ സ്പാർട്ടക്കസിനെതിരായിട്ടൊരു സൈന്യത്തെ നയിക്കുവാനായിട്ട് കോൺസൽമാർ യോഗ്യരല്ലെന്ന് റോമൻ സെനറ്റ് തീരുമാനിച്ചു. ഇനിയും അവരെ അതിനു വേണ്ടിയിട്ട് നിയോഗിച്ചാൽ ഒരു യുദ്ധത്തിൽ ഇരുവരും കൊല്ലപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അത് റോമിൽ വളരെയധികം അസ്ഥിരതയും പരിഭ്രാന്തിയും ഉണ്ടാക്കുമെന്ന് അവർ മനസ്സിലാക്കി. ഇതിനോടകം സ്പാർട്ടക്കസും കൂട്ടരും റോം എന്ന മഹാനഗരത്തെ ആക്രമിക്കുവാനായിട്ട് തയ്യാറെടുക്കുന്നുവെന്ന് റോമൻ ജനത ഭയപ്പെട്ടു തുടങ്ങിയിരുന്നു. അതോടെ അടിമകളെ നേരിട്ട് പരാജയപ്പെടുത്തുവാൻ കഴിവുള്ള മറ്റൊരു നേതാവിനെ കണ്ടെത്തേണ്ട ആവശ്യം ഗവൺമെന്റിന് ഉണ്ടാവുകയാണ്. അവർ പല ഉദ്യോഗസ്ഥരെയും ഇതിനു വേണ്ടിയിട്ട് സമീപിച്ചു. എന്നാൽ അടിമകളുടെ മുൻപിൽ പരാജയപ്പെടുന്നത് തങ്ങളുടെ രാഷ്ട്രീയ ആത്മഹത്യയാണെന്ന് തിരിച്ചറിഞ്ഞ ഒട്ടുമിക്ക ഉന്നത അധികാരികളും ആ ദൗത്യം ഏറ്റെടുക്കുവാനായിട്ട് വിസമ്മതിച്ചു. എന്നാൽ ഒരാൾ മാത്രം ആ പൊതുവികാരത്തിന് എതിരായിട്ട് നിലകൊണ്ടു. അയാൾ സ്പാർട്ടക്കസിനെ നേരിടുവാനായിട്ട് തയ്യാറായി. അയാളുടെ പേര് മാർക്കസ് ലിസിനിയസ് ക്രാസസ് എന്നായിരുന്നു. അക്കാലത്ത് റോമിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു ക്രാസസ്. വളരെ ബുദ്ധിപരമായിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും വാക്ചാതുര്യം മൂലം നേടിയെടുത്ത രാഷ്ട്രീയ അധികാരവും അയാൾക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് 500 പേരടങ്ങുന്ന ഒരു ഫയർഫോഴ്സ് ബ്രിഗേഡ് ഉണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്. 2000 വർഷങ്ങൾക്ക് മുൻപ് റോമിൽ ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു. അക്കാലത്ത് തീപിടുത്തം റോമിനെ സംബന്ധിച്ച ഒരു നിത്യസംഭവമായിരുന്നു. ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിന് തീ പിടിച്ചു എന്നറിഞ്ഞാൽ ക്രാസസും അയാളുടെ ഫയർഫോഴ്സും വേഗം അവിടെ എത്തും. എന്നാൽ തീ അണയ്ക്കാതെ വെറുതെ കയ്യും കെട്ടി അവർ നോക്കി നിൽക്കും. അതേ സമയത്ത് പരിഭ്രാന്തനായ കെട്ടിട ഉടമയോട് ഈ കെട്ടിടം താൻ വാങ്ങാമെന്ന് അയാൾ പറയും. വളരെ തുച്ഛമായിട്ടുള്ളൊരു വിലയാകും അയാൾ പറയുന്നത്. ഉടമ ഈ വ്യവസ്ഥയ്ക്ക് സമ്മതിച്ചാൽ ക്രാസസിന്റെ ഫയർഫോഴ്സ് വേഗം തന്നെ ആ തീ കെടുത്തും. എന്നാൽ ഉടമ അത് നിരസിച്ചാൽ
അത് കത്തി നിലം പതിക്കുവോളം അവർ അനങ്ങില്ല. ഇത്തരം അവസരത്തിൽ അയാൾ പറയുന്ന തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് പലരും ആ വസ്തു വിൽക്കും. ഇങ്ങനെയുള്ള കുതന്ത്രങ്ങളിലൂടെ ക്രാസസ് റോമിലെ നല്ലൊരു ഭാഗം പ്രോപ്പർട്ടികളും തൻ്റെ സ്വന്തമാക്കിയിരുന്നു. പിന്നീട് അത് പുതുക്കി പണിത് പഴയ ഉടമയ്ക്ക് വാടകയ്ക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ പുതിയ വാടകക്കാർക്ക് നൽകുകയോ ചെയ്യും. ഇങ്ങനെയുള്ള ചതിയിലൂടെയാണ് അയാൾ തൻ്റെ സാമ്രാജ്യം കെട്ടി ഉയർത്തിയത്. എങ്കിലും അയാൾ നല്ലൊരു ആതിഥേയനായിരുന്നു. കള്ളത്തരത്തിലുള്ള സ്വത്ത് സമ്പാദിക്കുമെങ്കിലും ജനപ്രീതി കിട്ടുവാൻ വേണ്ടിയിട്ട് അയാൾ വലിയ വലിയ പാർട്ടികൾ നടത്തും. ആ പാർട്ടികളിൽ വെച്ച് ദരിദ്രർക്ക് കുറച്ച് പണവും കൊടുക്കും. അതിനൊരു കാരണമുണ്ട്. ക്രാസസിന് റോമിലെ ആരെക്കാളും ഉപരിയായിട്ട് സമ്പത്ത് ഉണ്ടായിരുന്നുവെങ്കിലും അയാളുടെ ഉള്ളിലായിട്ട് ഒരു അടങ്ങാത്ത കത്തുന്ന വിശപ്പുണ്ടായിരുന്നു. അത് ശമിപ്പിക്കുവാനായിട്ട് ആർക്കും കഴിഞ്ഞിരുന്നില്ല. ആ വിശപ്പിൻ്റെ പേര് അസൂയ എന്നായിരുന്നു. ആ അസൂയ മറ്റാരോടുമായിരുന്നില്ല, സാക്ഷാൽ പോംപിയോടായിരുന്നു. മിത്രിഡാറ്റിക് യുദ്ധങ്ങൾ, സുല്ലയിൽ നടന്നിട്ടുള്ള ആഭ്യന്തര യുദ്ധങ്ങൾ, ഇപ്പോൾ സ്പെയിനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സെർട്ടോറിയൻ വാർ, അങ്ങനെ തുടങ്ങി നിരവധി പോരാട്ടങ്ങളിലൂടെ യുവാവും ജനറലുമായിട്ടുള്ള പോംപി വളരെയേറെ പ്രശസ്തി സമ്പാദിച്ചിരുന്നു. ഒരു പട്ടാളക്കാരന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ഉയർന്ന ബഹുമതി പോലും പോംപിക്ക് കിട്ടിയിരുന്നു. റോമിലെ തെരുവുകളിലൂടെ ഒരു യുദ്ധവിജയ ആഘോഷം നടത്തുവാൻ പോലും പോംപിക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ ക്രാസസിനാവട്ടെ അതുപോലെ അഭിമാനിക്കാവുന്ന വലിയ യുദ്ധവിജയങ്ങളൊന്നും ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. പോംപിയെപ്പോലെ വിജയ ശ്രീലാളിതനായി റോമിൻ്റെ വിരിമാറിലൂടെ ജനങ്ങളുടെ ആദരവുകൾ ഏറ്റുവാങ്ങി ഒരു ഗ്ലാമർ പരേഡ് നടത്തുക എന്നത് അയാളുടെ വലിയൊരു സ്വപ്നമായിരുന്നു. എന്നാൽ അങ്ങനെ സംഭവിക്കണമെങ്കിൽ വലിയൊരു യുദ്ധവിജയം അയാൾ നേടിയെടുക്കണം. ജനങ്ങളുടെ കണ്ണിൽ പോംപിയെപ്പോലെ മഹാനായിരിക്കുവാനായിട്ട് ക്രാസസും ആഗ്രഹിച്ചു. സ്പാർട്ടക്കസിനെതിരെ താൻ പോരാടുമെന്ന് ക്രാസസ് ആഹ്വാനം ചെയ്തു. ആ സമയത്ത് പോംപി പൂർണ്ണമായിട്ടും റോമിന് പുറത്തായിരുന്നു. സ്പെയിനിലെ സെർട്ടോറിയസിൻ്റെ കലാപം ആ സമയം അതിൻ്റെ പൂർണ്ണ ശക്തി പ്രാപിച്ചിരുന്നു. അതിനെ അടിച്ചമർത്തുവാനുള്ള ശ്രമത്തിലായിരുന്നു പോംപി. അതുകൊണ്ട് ഇത് ക്രാസസിനെ ഒന്ന് തിളങ്ങുവാനുള്ള അവസരം കൂടിയായിരുന്നു. അയാൾ അവസരത്തിന് തുയർന്നു. ആ സമയത്ത് സ്പാർട്ടക്കസിനെതിരെ പോരാടുവാൻ ശേഷിയുള്ള ഒരേ ഒരു മനുഷ്യൻ അദ്ദേഹമായതുകൊണ്ട് ഇറ്റലിയിലെ സൈന്യങ്ങളുടെ മുഴുവൻ കമാൻഡും അദ്ദേഹത്തിന് ലഭിച്ചു. അപ്പോഴേക്കും റോമാക്കാർക്ക് അവരുടെ സ്വന്തം അടിമകളെ വരെ പേടിയായി തുടങ്ങി. റോമൻ സാമ്രാജ്യത്തിൽ ജീവിക്കുന്ന സ്വതന്ത്ര മനുഷ്യരെക്കാളും കൂടുതലായിട്ടും ഉള്ളത് അടിമകളാണെന്ന് അവർക്കറിയാം. സ്പാർട്ടക്കസിന്റെ ചുവട് പിടിച്ച എല്ലാ അടിമകളും ഒരു കലാപം നടത്തിയാൽ അതവരുടെ ഉന്മൂല നാശത്തിന് കാരണമാവും. ക്രാസസ് ഹൃദയശൂന്യനായിട്ടുള്ള ഒരാൾ മാത്രമല്ല, ബുദ്ധിമാനായിട്ടുള്ള ഒരു കമാൻഡർ കൂടിയായിരുന്നു. ആ ശീതകാലം മുഴുവനും തൻ്റെ പോക്കറ്റിൽ നിന്നും പണമെടുത്ത് തനിക്ക് നൽകിയ 8 ലീജിയനുകളെ അയാൾ തൻ്റെ കഴിവിൻ്റെ പരമാവധി സജ്ജരാക്കുവാനും പരിശീലിപ്പിക്കുവാനും തുടങ്ങി. ഇപ്പോൾ 40,000-ഓളം വരുന്ന 8 ലീജിയൻ സൈന്യത്തിൻ്റെ നേതൃത്വമാണ് ക്രാസസിൻ്റെ കയ്യിലുള്ളത്. എന്നാൽ പിന്നീട് നടന്ന പോരാട്ടങ്ങളിൽ ക്രാസസിൻ്റെ പല സൈനിക വ്യൂഹങ്ങളും സ്പാർട്ടക്കസിൻ്റെ മുൻപിൽ അമ്പേ പരാജയപ്പെട്ടു. നേതൃസ്ഥാനത്തുള്ളവർ കൊല്ലപ്പെടുകയോ തടവുകാരായിട്ട് പിടിക്കപ്പെടുകയോ ചെയ്തു. അതോടെ ക്രാസസ് തന്നെ നേരിട്ട് യുദ്ധരംഗത്തേക്ക് ഇറങ്ങുവാൻ നിർബന്ധിതനായി. സ്പാർട്ടക്കസിന്റെ പല അപ്രതീക്ഷിത നീക്കങ്ങളും കാരണം സൈനികർ പേടിച്ചു വിറച്ചു. അവരെ മാനസികമായിട്ട് ശക്തരാക്കുന്നതിൽ ക്രാസസ് പരാജയപ്പെട്ടു. സൈന്യത്തിൽ പലരും ആയുധം ഉപേക്ഷിച്ച് ഓടിപ്പോയി. ഇതിന് തടയിടുവാനായിട്ട് ക്രാസസ് വളരെ പഴയതും പ്രാകൃതവുമായിട്ടുള്ളൊരു നിയമം നടപ്പിലാക്കി. അതിതാണ്: സ്വന്തം സൈന്യത്തിലുള്ള 10 പേരെ തിരഞ്ഞെടുക്കും. പിന്നെ അവരുടെ പേരുകളെല്ലാം എഴുതി നറുക്കിടും. അതിൽ നിന്നും ഒരു നറുക്കെടുക്കും. ആ നറുക്ക് വീഴുന്ന ആളെ മറ്റ് 9 പേരും ചേർന്ന് കൊലപ്പെടുത്തണം. ഇതിനെ ഡെസിമേഷൻ എന്നാണ് വിളിക്കുന്നത്. നറുക്കെടുപ്പിൽ നറുക്ക് വീഴുന്ന ഹതഭാഗ്യവാന്മാർ സ്വന്തം സ്നേഹിതരുടെ കൈയാൽ വളരെ മൃഗീയമായിട്ട് അടിയേറ്റും കുത്തേറ്റും കൊല്ലപ്പെട്ടു. അതോടെ ശത്രു സൈന്യത്തെക്കാൾ കൂടുതൽ അപകടകാരി ക്രാസസ് ആണെന്ന് റോമൻ സൈനികർ മനസ്സിലാക്കി. ഈ ഡെസിമേഷൻ സൈനികരിലെ പോരാട്ട വീര്യം വർദ്ധിപ്പിച്ചു. മുൻപ് മഹാനായിട്ടുള്ള അലക്സാണ്ടർ ചക്രവർത്തി ഇതേ ഡെസിമേഷൻ നടപ്പിലാക്കിയിരുന്നു. റിപ്പബ്ലിക്കൻ ഭരണകാലത്തിൻ്റെ അവസാന കാലങ്ങളിൽ മാർക്ക് ആന്റണിയും ഡെസിമേഷൻ നടപ്പിലാക്കിയിട്ടുണ്ട്. ഒരു യുദ്ധത്തിൽ വിജയിക്കുന്നതോ ഒരു കലാപത്തിൽ നിന്നും തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കുന്നതോ ഒന്നുമായിരുന്നില്ല ക്രാസസിന്റെ ഉദ്ദേശം. ക്രാസസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യക്തിപരമായിരുന്നു. ഒരു വലിയ യുദ്ധവിജയം നേടി പോംപിക്ക് തുല്യനാവുക എന്നതാണ് അയാളുടെ ലക്ഷ്യം. അതേ സമയത്ത് സ്പാർട്ടക്കസ് തൻ്റെ ആളുകളോട് കഴിയുന്നത്ര വേഗത്തിൽ വടക്കോട്ട് മാർച്ച് ചെയ്ത് മുന്നേറുവാനായിട്ട് നിർദ്ദേശിച്ചു. പക്ഷേ അവർക്കും ആൽപ്പസ് പർവ്വതനിരകൾക്കുമിടയിൽ മറ്റൊരു ശക്തമായിട്ടുള്ള തടസ്സമുണ്ടായിരുന്നു. ഗായുസ് കാഷ്യസ് ലോങ്കിനസ് വാരസ് ഭരിച്ചതും ഇപ്പോൾ മൊഡേന എന്ന് വിളിക്കപ്പെടുന്നതുമായിട്ടുള്ള മ്യൂട്ടിന നഗരമായിരുന്നു അത്. സിസാൽപ്പൻ ഗൗൾ പ്രദേശത്തിന്റെ ഗവർണറായിട്ടുള്ള കാഷ്യസ് ലോങ്കിനസ് ആണ് മ്യൂട്ടിന നഗരം ഭരിച്ചിരുന്നത്. പിന്നീട് ജൂലിയസ് സീസറിന്റെ വധത്തിൽ പങ്കാളിയായ അതേ പേരുകാരനായിട്ടുള്ള കാഷ്യസിന്റെ പിതാവായിരുന്നു അദ്ദേഹം. സ്പാർട്ടക്കസിനും ആൽപ്സിനും ഇടയിലുള്ള അവസാനത്തെ ഏറ്റവും വലിയ തടസ്സമായിരുന്നു മ്യൂട്ടിന നഗരം. ആൽപ്പസ് പർവ്വതനിരകളിലെത്തി അത് മുറിച്ചു കടക്കുവാനായിട്ട് കഴിഞ്ഞാൽ താനും കൂട്ടാളികളും മോചിതരാകുമെന്ന് സ്പാർട്ടക്കസിന് അറിയാം. ആ വലിയ പർവ്വതങ്ങൾക്ക് മുകളിലൂടെ ഒരു റോമൻ സൈന്യവും അവരെ പിന്തുടരില്ല. അതുകൊണ്ട് തന്നെ സ്പാർട്ടക്കസിന് വേഗത്തിൽ നീങ്ങേണ്ടതുണ്ട്. കാരണം ശീതകാലം അടുത്തിരുന്നു. BC 72 പുതുവർഷവും അടുക്കാറായി. മഞ്ഞുവീഴ്ചയ്ക്ക് മുൻപായിട്ട് തൻ്റെ ആൾക്കാരുമായിട്ട് ആൽപ്പസ് പർവ്വതനിര തരണം ചെയ്യണം.
കാരണം മഞ്ഞുവീഴ്ച തുടങ്ങിയാൽ ഈ പർവ്വതനിര കയറുക എന്നത് അസാധ്യമാണ്. സ്പാർട്ടക്കസിന്റെ സംഘത്തിൽ ഇപ്പോൾ 100,000-ലധികം അനുയായികൾ ഉണ്ടായിരുന്നു. അത്രയും പേർക്ക് ഏതു വിധേനയും ആഹാരം കണ്ടെത്തണം. അവർ കപ്പുവ വിട്ടതു മുതൽ ഇതുവരെ കൊള്ളയടിച്ചാണ് ജീവിച്ചത്. അത്തരം റെയ്ഡുകൾ ഇപ്പോഴും അവർ വലിയ തോതിൽ നടത്തി വരുന്നുമുണ്ട്. റോമൻ സൈന്യങ്ങളുടെ പരാജയം മൂലം അവർക്ക് അവരിൽ നിന്നും കൊള്ളയടിച്ച ധാരാളം പടച്ചട്ടകളും ആയുധങ്ങളുമുണ്ട്. പക്ഷെ അത് പോരാ. കൃഷിയിടങ്ങളിൽ നിന്നും ആഹാരം ഇനിയും ശേഖരിക്കേണ്ടതുണ്ട്. യജമാനന്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെടുകയും പിന്നീട് കലാപത്തിൽ ചേരുകയും ചെയ്ത അടിമകൾ തങ്ങളെ അടിച്ചമർത്തിയ ആളുകളെ വെറുതെ വിട്ടില്ല. ധാരാളം സിവിലിയന്മാർ കൊല്ലപ്പെടുകയും വിളകൾ നശിപ്പിക്കപ്പെടുകയും കന്നുകാലികൾ അറുക്കപ്പെടുകയും ചെയ്തു. സ്പാർട്ടക്കസ് കഴിയുന്നത്ര വേഗത്തിൽ മുൻപോട്ട് പോയി. ഇടയ്ക്ക് യാത്ര നിർത്തി വിശ്രമിക്കുവാനോ വേഗത കുറയ്ക്കുവാനോ അയാൾ ആരെയും അനുവദിച്ചില്ല. എളുപ്പത്തിൽ ചുമന്നുകൊണ്ട് പോകുവാനായിട്ട് കഴിയാത്ത എല്ലാ സാധനങ്ങളും കത്തിച്ചു കളഞ്ഞു. കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ള അടിമകൾ അവരോടൊപ്പം വന്നിരുന്നു. ശീതകാലത്തിന് മുൻപായിട്ട് അവർ മ്യൂട്ടിനയിലെത്തി. എന്നാൽ റോമൻ സൈന്യം അവനും അവൻ്റെ മാതൃരാജ്യത്തിനുമിടയിൽ ഒരിക്കൽ കൂടി അണിനിരന്നു. വലിയൊരു പോരാട്ടമാണ് പിന്നെ നടന്നത്. കാഷ്യസ് ലോങ്കിനസിന് ഒരു അവസരം പോലും അടിമകൾ കൊടുത്തില്ല. മ്യൂട്ടിനിയിൽ വെച്ച് നടന്ന ആ പോരാട്ടത്തിൽ റോമൻ സൈന്യം പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു. അതോടെ സ്പാർട്ടക്കസിന് തൻ്റെ വലിയ സൈന്യത്തെ നയിച്ചുകൊണ്ട് ആൽപസ് പർവ്വതനിരകളിലേക്കും പിന്നെ അതുവഴി ജന്മനാടായ ത്രാക്സിലേക്ക് പോകുവാനും വഴി തുറന്നു കിട്ടി. അപ്പോഴേക്ക് സ്പാർട്ടക്കസ് ഏതാണ്ട് ജന്മനാടിനെ സമീപിക്കാറായിരുന്നു. പക്ഷെ അവൻ അവിടേക്ക് പോയില്ല. ആഴ്ചകളോളം നീണ്ട കഠിനമായ മാർച്ചിൽ തളർന്ന അദ്ദേഹത്തിന്റെ മുഴുവൻ സംഘവും ഉന്നതമായ ആൽപസ് പർവ്വതനിരകളുടെ കീഴിൽ വിശ്രമിച്ചു. BC 72 ആ ശരത്കാലത്തിൽ ആ സമതലത്തിൽ വെച്ച് അയാൾ എപ്പോഴും സ്വപ്നം കണ്ട മാതൃരാജ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് എന്തോ ഒന്ന് അയാളെ തടഞ്ഞു. അത് എന്താണെന്ന് ആർക്കും അറിയില്ല. ഗവേഷകർ പറയുന്നത് ഒരുപക്ഷെ ഉത്തുംഗമായിട്ടുള്ള ആൽപസ് പർവ്വതനിരകൾ അദ്ദേഹത്തിന്റെ അനുയായികളെ ഭയപ്പെടുത്തിയിരിക്കാം. അവർ മല കയറുവാനായിട്ട് വിസമ്മതിച്ചു കാണും. BC 72-71 ശൈത്യകാലത്ത് അവർ ഇറ്റലിയുടെ തെക്ക് പടിഞ്ഞാറൻ അറ്റത്തുള്ള ബ്രൂട്ടിയം എന്നറിയപ്പെടുന്ന ഒരു നഗരത്തിലെത്തി. പിന്നെ അവിടം കൊള്ളയടിച്ചു. തുടർന്നുള്ള മുൻപോട്ടുള്ള യാത്രയിൽ അവർ തുരി നഗരം ആക്രമിച്ചു. സ്പാർട്ടക്കസിന്റെ കീഴിൽ വേഗമേറിയതും കാര്യക്ഷമവുമായിട്ടുള്ള ആക്രമണത്തിന് മുൻപിലായിട്ട് തുരി നഗരം നിലം പതിച്ചു. എന്നാൽ നഗരത്തിന് യാതൊരു നാശനഷ്ടവും സംഭവിച്ചില്ല. ചരിത്രരേഖകൾ അനുസരിച്ച് കൂടുതൽ ആളപായം ഉണ്ടായതായിട്ടും കാണുന്നില്ല. സ്പാർട്ടക്കസ് തുരി നിവാസികളോട് തനിക്ക് വലിയ കപ്പം നൽകുവാനായിട്ട് ആജ്ഞാപിച്ചു. ആദ്യമായിട്ടാണ് അടിമകൾ ഒരു പട്ടണം പിടിച്ചെടുക്കുന്നത്. അത് തുരി നഗരമായിരുന്നു. ഇതാകട്ടെ അടിമകളുടെ അവസാനത്തെ ഏതാനും വിജയങ്ങളിൽ ഒന്നായിരുന്നു. പിന്നെ അവർ തുരി നഗരത്തിൽ വലിയ ട്രെഞ്ചുകൾ തീർത്ത് ആ ശീതകാലം സന്തോഷത്തോടെ ചെലവഴിച്ചു. എന്നാൽ ഇതെല്ലാം വളരെ ക്ഷമയോടെ വീക്ഷിച്ചുകൊണ്ട് ഒരവസരത്തിന് വേണ്ടിയിട്ട് ക്രാസസ് കാത്തിരുന്നു. BC 71 വസന്തകാലത്ത് സ്പാർട്ടക്കസും കൂട്ടരും യാത്ര പുനരാരംഭിച്ചു. തൊട്ടു പിന്നാലെ ക്രാസസിന്റെ സേനയും. ഈ സമയത്ത് സ്പാർട്ടക്കസിന്റെ ലക്ഷ്യം എന്തായിരുന്നുവെന്ന് നമുക്ക് നിശ്ചയമില്ല. ഒരു പക്ഷേ അദ്ദേഹം റോമിലേക്ക് മാർച്ച് ചെയ്യുവാനായിട്ട് ശ്രമിച്ചിരിക്കാം. അദ്ദേഹവും കൂട്ടരും തുരി നഗരം വിട്ട് നേരെ വടക്കോട്ടാണ് പോയത്. എണ്ണത്തിന്റെ കാര്യമെടുത്താൽ ആ സൈന്യത്തിൽ ഇപ്പോൾ അനേകരുണ്ട്. ഓരോ അടിമ സൈനികന്റെയും കൈകളിൽ ഉരുക്കുകൊണ്ട് നിർമ്മിച്ച ആയുധങ്ങൾ വെട്ടിത്തിളങ്ങി. കഴിഞ്ഞ 3 വർഷത്തെ നിരന്തരമായിട്ടുള്ള പോരാട്ടം മൂലം സ്പാർട്ടക്കസിന്റെ അടിമ സൈന്യം റോമിലെ ഏറ്റവും മികച്ച സൈനികരെ പോലും തോൽപ്പിക്കുവാൻ പര്യാപ്തമായിരുന്നു. അവർ അടുത്തതായിട്ട് ലുക്കാനിയയിലേക്ക് മാർച്ച് ചെയ്തു. അവിടെ വെച്ചാണ് അവർ ആ വർഷത്തിന്റെ തുടക്കത്തിൽ വെച്ച് വാർനിയസിനെതിരെ പോരാടിയത്. അതേസമയം മറുവശത്ത് സ്പാർട്ടക്കസിന്റെ സൈന്യം നീങ്ങുവാനായിട്ട് തുടങ്ങിയപ്പോൾ ക്രാസസും പിന്നാലെ വേഗത്തിൽ നീങ്ങി. എന്നിട്ട് മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ച് അവരുടെ മുൻപിലെത്തി. പിസൻഷ്യ എന്ന പ്രവിശ്യയിലെ പിസനം എന്ന പ്രദേശത്തിന്റെ അതിർത്തിയിൽ വെച്ച് അയാൾ തന്റെ 8 ലീജിയനുകളിൽ 6 എണ്ണത്തിനെയും അണിനിരത്തി. എന്നിട്ട് അവരുടെ കമാൻഡർ സ്ഥാനം ഏറ്റെടുത്തു. മറ്റ് 2 ലീജിയനുകളെ മമ്മിയസ് എന്ന ഒരാളെ ഏൽപ്പിച്ചു. അവരോട് സ്പാർട്ടക്കസിന്റെയും കൂട്ടരുടെയും പിന്നാലെ സഞ്ചരിക്കുവാനായിട്ട് നിർദ്ദേശം നൽകി. ചില സ്രോതസ്സുകൾ പറയുന്നത് മുൻപ് 2 കോൺസൽമാർ കമാൻഡ് ചെയ്തതും സ്പാർട്ടക്കസും കൂട്ടരും മുൻപ് പരാജയപ്പെടുത്തിയതുമായിട്ടുള്ള അതേ സൈന്യമായിരുന്നു മമ്മിയസിന്റെ കീഴിലെന്നാണ്. സ്പാർട്ടക്കസും അദ്ദേഹത്തിന്റെ ആളുകളും യാത്ര തുടർന്നു. ഒരുപക്ഷെ റോം തങ്ങൾ കീഴടക്കുമെന്ന് അദ്ദേഹത്തിന് അമിതമായിട്ടുള്ള ആത്മവിശ്വാസം തോന്നിയിരിക്കാം. അതേസമയത്ത് ക്രാസസും അവർ വടക്കോട്ട് തന്നെ വരണമെന്നാണ് ആഗ്രഹിച്ചത്. പിസൻഷ്യയിൽ അതിനോടകം ക്രാസസ് അണിനിരത്തിയ 6 ലീജിയൻ സൈനികർ തങ്ങളുടെ വരവും കാത്തിരിപ്പുണ്ടെന്ന് ആ സമയത്ത് സ്പാർട്ടക്കസിന് അറിയില്ലായിരുന്നു. എങ്കിലും തങ്ങളുടെ പിന്നിലൂടെ ഒരു കൂട്ടം റോമൻ സൈന്യം പിന്തുടരുന്നുണ്ട് എന്നും അവർ ഇപ്പോൾ വളരെ അടുത്താണെന്നും അയാൾക്കറിയാം. അത് മമ്മീസിന്റെ സേനയായിരുന്നു. ഇപ്പോൾ ആ സൈന്യനിരയുടെ അവസ്ഥ ഇതാണ്. സ്പാർട്ടക്കസിന്റെ സൈന്യത്തിന് മുൻപിലും പിൻപിലും റോമൻ സൈന്യമാണ്. മമ്മീസും അദ്ദേഹത്തിന്റെ 2 ലീജിയനും ദീർഘവൃത്താകൃതിയിൽ സഞ്ചരിച്ച് തെക്ക് നിന്നും സ്പാർട്ടക്കസിനെ നിഴൽ പോലെ പിന്തുടർന്നു. അടിമ സൈന്യം അതോടെ കൂടുതൽ വടക്കോട്ട് പോയി. അങ്ങനെ പോകും തോറും നേരെ ക്രാസസ് വിരിച്ച വലയിലേക്കാണ് അവർ പോയിട്ട് വീഴുക. റോമാക്കാർ എന്താണോ പ്രതീക്ഷിച്ചത് അതുതന്നെ സംഭവിച്ചു. 10,000-ഓളം വരുന്ന 2 ലീജിയനുകൾ കണ്ടതോടെ സ്പാർട്ടക്കസ് കൂടുതൽ വടക്കോട്ട് വേഗത്തിൽ നീങ്ങുവാൻ തുടങ്ങി. തങ്ങളുടെ വലയിൽ വന്ന് വീഴും വരെ എന്തു സാഹചര്യം ഉണ്ടായാലും അടിമകളെ ഒരു കാരണവശാലും ആക്രമിക്കരുത് എന്ന്
ക്രാസസ് മമ്മീസിന് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ പിന്നാലെ കൂടിയിരിക്കുന്ന മമ്മീസിന്റെ സൈന്യത്തെ കണ്ട് അവർ ഭയപ്പെട്ടില്ല. മമ്മീസ് തങ്ങളെ പിന്തുടരുന്ന കാര്യം സ്പാർട്ടക്കസിനും കൂട്ടർക്കും വ്യക്തമായിട്ടും അറിയാം. പക്ഷേ അവരത് അവഗണിച്ചു. ഒരു യുദ്ധം ഉണ്ടായാലും ആ റോമൻ നിരയെ നിസ്സാരമായിട്ട് പരാജയപ്പെടുത്തുവാനായിട്ട് തങ്ങൾക്ക് കഴിയുമെന്ന് അവർക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. മമ്മീസിന്റെ ഒരു നീക്കത്തിന് വേണ്ടിയിട്ട് സ്പാർട്ടക്കസ് കാത്തിരുന്നു. എന്നാൽ ക്രാസസിനെ ബാധിച്ച അതേ രോഗം മമ്മീസിനും ഉണ്ടായിരുന്നു. അതെ, മമ്മീസും ഒരു യുദ്ധവിജയം ആഗ്രഹിച്ചിരുന്നു. സ്പാർട്ടക്കസിനെ പരാജയപ്പെടുത്തിയതിന്റെ മുഴുവൻ ക്രെഡിറ്റും തനിക്ക് വേണമെന്ന് അയാൾ ആഗ്രഹിച്ചു. പക്ഷേ ക്രാസസിനെ പോലെ മികവുള്ള ഒരു കമാൻഡർ ആയിരുന്നില്ല മമ്മിയസ്. സ്പാർട്ടക്കസിനെ തനിക്ക് തോൽപ്പിക്കുവാനായിട്ട് കഴിയുമെന്ന് അയാൾക്കൊരു തോന്നലുണ്ടായി. മുൻപ് 2 കോൺസൽമാരും പരാജയപ്പെട്ട സ്ഥലത്ത് തനിക്ക് ചരിത്രം രചിക്കുവാനായിട്ട് കഴിയുമെന്ന് മമ്മിയസ് തീരുമാനിച്ചു. അങ്ങനെയാണ് മമ്മിയസ് ക്രാസസിന്റെ കൽപ്പന ലംഘിച്ചത്. അയാൾ തന്റെ 2 ലീജിയം വരുന്ന സൈനികരെ ഉപയോഗിച്ച് അവരെ ആക്രമിച്ചു. റോമാക്കാർ വിമതർക്ക് നേരെ തിളങ്ങുന്ന പരിചയം വാളുമായിട്ട് ഓങ്ങിയെടുത്തപ്പോഴും അവർ എങ്ങോട്ടും ഓടിപ്പോയില്ല. പകരം സ്പാർട്ടക്കസിന്റെ കീഴിൽ അവർ രോഷത്തിന്റെ നുരയുന്ന തിരമാലകൾ പോലെ തിരിഞ്ഞാക്രമിച്ചു. വലിയൊരു പോരാട്ടം നടന്നു. മമ്മീസും കൂട്ടരും അമ്പയെ പരാജയപ്പെട്ടു. അടിമകളുടെ യുദ്ധകാഹളം ഒരു കുന്നിൽ നിന്നും മറ്റൊരു കുന്നിൽ തട്ടി പ്രതിധ്വനിച്ചു. അതോടെ ഭയപ്പെട്ട റോമൻ സൈന്യം ഒരു കാര്യം ചെയ്തു. ആയുധങ്ങളും താഴെയിട്ട് അവർ ജീവനും കൊണ്ട് ഓടിപ്പോയി. മമ്മിയസ് പോലും തന്റെ സൈന്യത്തെ ഉപേക്ഷിച്ച് കുതിരപ്പുറത്ത് കയറി യുദ്ധഭൂമിയിൽ നിന്നും എത്രയും വേഗം ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. അതിനുശേഷം സ്പാർട്ടക്കസും അദ്ദേഹത്തിന്റെ ആളുകളും നേരെ വടക്കോട്ട് തന്നെയാണ് നീങ്ങിയത്. അതേസമയം ഓടിപ്പോയ മമ്മിയസിന്റെ സൈന്യം ക്രാസസിന്റെ പ്രധാനപ്പെട്ട സൈന്യനിരയിലേക്ക് ഓടിക്കിതച്ച് തിരിച്ചെത്തി. അവരെ കണ്ടതും ക്രാസസ് അത്ഭുതപ്പെട്ടു. സൈനികരുടെ അവസ്ഥ കണ്ടാണ് അയാൾ കൂടുതലായിട്ട് ആശ്ചര്യപ്പെട്ടത്. കാരണം സ്പാർട്ടക്കസിനെ പിന്തുടരുവാനായിട്ട് മമ്മീസിന്റെ സൈന്യത്തെ നിയോഗിച്ചപ്പോൾ അവർ എല്ലാവരും സായുധരായിരുന്നു. ഓരോരുത്തരും ഒരു വലിയ തടിപ്പരിച, ഒരു കഠാര, 1 മീറ്റർ നീളമുള്ള സ്പാത്ത എന്നറിയപ്പെടുന്ന വാള്, ഇതൊന്നും പോരാതെ ഒരു കുന്തവും വഹിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിതാ അവരെല്ലാവരും നിരായുധരായിട്ട് അവശരായിട്ട് മടങ്ങിയെത്തിയിരിക്കുന്നു. അധികം ആളുകളൊന്നും കൊല്ലപ്പെട്ടിട്ടില്ല. പലർക്കും മുറിവ് പോലും പറ്റിയിട്ടില്ല. വൈകാതെ രക്ഷപ്പെട്ട് ഓടിയ മമ്മീസും ആ ക്യാമ്പിൽ എത്തുകയാണ്. തൻ്റെ കൽപ്പനകൾ മമ്മീസ് അനുസരിക്കാത്തതിൽ അയാൾ പ്രകോപിതനായി. കാരണം വില കൂടിയിട്ടുള്ള ആയുധങ്ങളാണ് നഷ്ടപ്പെട്ടത്. ആ ആയുധങ്ങൾ ക്രാസസ് സൈന്യത്തിന് നൽകിയത് സ്വന്തം പോക്കറ്റിൽ നിന്നും പണമെടുത്തായിരുന്നു. അതിലും ഉപരിയായിട്ട് തൻ്റെ സൈനികർ ഭീരുക്കളെ പോലെ വാലും മടക്കി ഓടിയതാണ് അയാളെ ചൊടിപ്പിച്ചത്. ഒരു പടയാളി യുദ്ധരംഗത്തു നിന്നും ആയുധങ്ങൾ ഉപേക്ഷിച്ചോടുന്നത് പുരാതന കാലത്ത് ലോകമെമ്പാടും ഏറ്റവും വലിയ അപമാനമായിട്ട് കണക്കാക്കിയിരുന്നു. ഈ പോരാട്ടത്തോടെ തൻ്റെ പേര് ചരിത്രത്താളുകളിൽ എഴുതപ്പെടുമെന്ന് സ്വപ്നം കണ്ട ക്രാസസിന് തൻ്റെ ആളുകൾ തന്നെ ഒരു വിഡ്ഢിയാക്കിയതുപോലെ തോന്നി. മമ്മിയസ് കഠിനമായിട്ട് ശിക്ഷിക്കപ്പെട്ടു. അയാളോട് കൃത്യമായിട്ട് എന്താണ് ചെയ്തത് എന്ന് വ്യക്തമല്ല. ചില വിവരണങ്ങൾ അനുസരിച്ച് ഈ 2 ലീജിയനുകളെയും ക്രാസസ് ഡെസിമേഷന് വിധേയമാക്കിയെന്ന് പറയുന്നു. എന്തായാലും ഡെസിമേഷന് ശേഷം സൈനികർ യുദ്ധരംഗത്തു നിന്നും ഓടിപ്പോയിട്ടില്ല. എങ്കിലും ക്രാസസിനുണ്ടായത് വലിയൊരു സാമ്പത്തിക നഷ്ടമാണ്. അടുത്തു തന്നെ എവിടെയോ റോമാക്കാർ തമ്പടിച്ചിട്ടുണ്ട് എന്ന് സ്പാർട്ടക്കസിന് മനസ്സിലായി. അതിനുശേഷം അദ്ദേഹം കൂടുതൽ ജാഗ്രതയോടെയാണ് പ്രവർത്തിച്ചത്. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നതിന് ചരിത്രത്താളുകളിൽ പല അഭിപ്രായമുണ്ട്. ചരിത്രകാരനായ പ്ലൂട്ടാർക്ക് പറയുന്നത് ഇങ്ങനെയാണ്: ക്രാസസിന്റെ സൈന്യം പിസൻഷ്യയിൽ പാളയമടിച്ചിട്ടുണ്ടെന്ന് ചാരന്മാരുടെ സഹായത്തോടെ സ്പാർട്ടക്കസ് മനസ്സിലാക്കി. അയാൾ അവരുമായിട്ട് ഏറ്റുമുട്ടാതെ നേരെ ബ്രൂട്ടിയം എന്ന സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. ക്രാസസിനെ തോൽപ്പിക്കുവാനായിട്ട് തനിക്ക് കഴിയില്ല എന്ന് സ്പാർട്ടക്കസ് മനസ്സിലാക്കിയിരുന്നു. അവസാനത്തെ പോരാട്ടത്തിൽ അയാളും കൂട്ടരും 2 റോമൻ ലീജിയനെയാണ് പരാജയപ്പെടുത്തിയത്. അതിൻ്റേതായിട്ടുള്ള ക്ഷീണവുമുണ്ട്. അങ്ങനെ അവർ യാത്ര തുടർന്നു. മറ്റൊരു ചരിത്രകാരനായ ആപ്പിയൻ പറയുന്നതിന് പ്രകാരം സ്പാർട്ടക്കസ് ബ്രൂട്ടിയത്തിലേക്ക് തിരിച്ചു വന്നു. റോമാക്കാരെ നേരിട്ടതോടെ സ്പാർട്ടക്കസ് അതീവ ജാഗ്രത പുലർത്തി. റോമിലേക്ക് മാർച്ച് ചെയ്യാമെന്നുള്ള പദ്ധതി അദ്ദേഹം ഉപേക്ഷിച്ചു. പകരം നേരെ ആൽപ്പസ് പർവ്വതനിരകളിലേക്ക് തിരിച്ചു പോകാമെന്നും പർവ്വതത്തെ മറികടന്നു പോകാമെന്നും അനുയായികളോട് പറഞ്ഞു. എന്നാൽ ഒരു കൂട്ടം അടിമകൾ അയാളെ അനുസരിച്ചില്ല. പേരറിയാത്ത ഒരു നേതാവിനെ പിന്തുടർന്ന് ഏകദേശം 10,000-ഓളം വിമതർ സ്പാർട്ടക്കസിന്റെ സൈന്യത്തിൽ നിന്നും വേർപിരിഞ്ഞ് മറ്റൊരു വഴിക്ക് പോയി. ഈ പുതിയ അടിമ പോരാളി സംഘം നേരെ ക്രാസസിന്റെ സൈന്യമുള്ള പ്രദേശത്തേക്കാണ് നീങ്ങിയത്. എന്നിട്ട് സമീപത്ത് എവിടെയോ പാളയമടിച്ചു. എന്നാൽ അവരുടെ ഒളിവ് ജീവിതം അധിക നാൾ നീണ്ടു നിന്നില്ല. വൈകാതെ ക്രാസസ് അവരെ കണ്ടെത്തി. അതിക്രൂരമായിട്ടുള്ള രീതിയിൽ അവരെ റോമാക്കാർ ആക്രമിച്ചു. ഡെസിമേഷന് വിധേയമായി യുദ്ധത്തിൽ നിന്നും ഒളിച്ചോടി. സ്വന്തം കൂട്ടുകാരുടെ കൈകൊണ്ട് ചാകുന്നതിലും നല്ലത് അടിമ സൈന്യത്തെ സർവ്വശക്തിയും എടുത്ത് ആക്രമിക്കുകയാണെന്ന തിരിച്ചറിവ് ഓരോ റോമൻ പോരാളികളിലും യുദ്ധവീര്യം നിറച്ചു. ആയിരക്കണക്കിന് അടിമകളാണ് റോമൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കശാപ്പ് ചെയ്യപ്പെട്ടത്. 900 ആളുകളെ തടവുകാരായിട്ട് പിടിച്ചു. ബാക്കിയുള്ളവർ ചിതറി ഓടി. അവരിൽ ചിലരാകട്ടെ സ്പാർട്ടക്കസിന് മുന്നറിയിപ്പ് നൽകുവാനായിട്ട് മടങ്ങി. പക്ഷേ ഇതിനോടകം വളരെയേറെ വൈകിപ്പോയിരുന്നു. ക്രാസസും കൂട്ടരും അവരുടെ പിന്നാലെ വിടാതെ കൂടിയിരുന്നു. അടിമകളെ നേരിടുവാൻ ക്രാസസിന്റെ സൈന്യം എന്നത്തേക്കാൾ സജ്ജമായിരുന്നു. ക്രിക്സസിന്റെ മരണശേഷം അവർ ആദ്യമായിട്ടാണ് വിജയിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യമെന്ന പദവിക്ക് തങ്ങൾ ഇപ്പോഴും യോഗ്യരാണെന്ന്
റോമൻ സാമ്രാജ്യത്തോട് പറയുവാനായിട്ട് ക്രാസസ് വെമ്പി. അതോടെ പോരാട്ടം അതിന്റെ പരിസമാപ്തിയിലേക്ക് മെല്ലെ അടുക്കുവാൻ തുടങ്ങി. ഇത്തവണ കാര്യങ്ങളാകെ മാറി. സ്പാർട്ടക്കസിന് ആദ്യമായിട്ട് റോമൻ സൈന്യത്തോട് തുറസായിട്ടുള്ള സ്ഥലത്ത് വെച്ച് യുദ്ധം ചെയ്യേണ്ടി വരും. അത് തങ്ങൾക്കത്ര നല്ലതല്ലെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. അത്തരമൊരു നടപടിക്ക് താൻ മുതിരുകയാണെങ്കിൽ അത് എത്രത്തോളം വിനാശകരമാണെന്ന് അയാൾക്ക് മുൻകൂട്ടി അറിയുവാൻ കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും സ്പാർട്ടക്കസ് ക്രാസസിനെതിരെ പോരാടുവാനായിട്ട് തീരുമാനിച്ചു. ആ സമയമായപ്പോഴേക്കും റോമൻ സൈന്യത്തെ സംബന്ധിച്ച് ജീവിതമെന്നാൽ ഒന്നുകിൽ യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ ഡെസിമേഷന് വിധേയമായിട്ട് മരിക്കുക. അങ്ങനെ ഒരു ക്രൂരമായിട്ടുള്ള യാഥാർത്ഥ്യത്തിലേക്ക് ചുരുങ്ങി. വൈകാതെ സ്പാർട്ടക്കസിന്റെ സൈന്യവും റോമൻ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി. മമ്മിയസുമായുള്ള പോരാട്ടത്തിന് ശേഷം ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് ആ യുദ്ധം നടന്നത്. അടിമ സൈന്യത്തെ സംബന്ധിച്ച ആ പോരാട്ടം ഒരു ദുരന്തമായിരുന്നു. ആദ്യമായിട്ട് സ്പാർട്ടക്കസ് പിൻവാങ്ങുവാൻ നിർബന്ധിതനായി. പരാജയത്തിൽ നിന്നും തൻ്റെ ആളുകളുടെ സർവ്വനാശത്തിലേക്കാണ് ഇത് പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞതോടെ തൻ്റെ ആളുകളിൽ അവശേഷിക്കുന്നവരെയും കൂട്ടി സ്പാർട്ടക്കസ് ആ യുദ്ധരംഗത്ത് നിന്ന് രക്ഷപ്പെട്ടു. 6000 വിമതരാണ് അന്ന് അവിടെ കൊല്ലപ്പെട്ടത്. സ്പാർട്ടക്കസും ആളുകളും ബ്രൂട്ടിയത്തിന് നേരെയാണ് ഓടിയത്. തങ്ങൾക്കുണ്ടായ പരാജയവും റോമാക്കാരിൽ ഇന്നുവരെ കാണാത്ത ആവേശവും അവരുടെ യുദ്ധവെറിയും അവരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. പക്ഷേ ഈ തോൽവിയോടെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. സ്പാർട്ടക്കസിനോടുണ്ടായിരുന്ന വിശ്വാസം അടിമകൾക്ക് നഷ്ടപ്പെട്ടു. അവരെ എങ്ങനെ പ്രചോദിപ്പിക്കണമെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. സ്വന്തം വീടുകളിലേക്ക് എല്ലാവർക്കും പോകാമെന്ന് അയാൾ അവർക്ക് മുൻപ് വാക്ക് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോഴിതാ മുൻപിലായിട്ട് കാണുന്ന സമുദ്രമല്ലാതെ അവർക്ക് മറ്റെവിടേക്കും പോകുവാനായിട്ട് വഴി ഉണ്ടായിരുന്നില്ല. ക്രാസസ് ആകട്ടെ ഒരു വേട്ടപ്പട്ടിയെ പോലെ അവരെ പിന്തുടർന്ന് വേട്ടയാടുവാൻ തുടങ്ങി. ഇതേ തുടർന്ന് എണ്ണമറ്റ ചെറിയ ചെറിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. അടിമകളിൽ നിരവധി ആളുകൾ മരിച്ചു. അതോടെ ആ സൈന്യം ചിന്ന ഭിന്നമായി. സ്പാർട്ടക്കസിന് അവസാനം അവരുടെ മേലുള്ള തന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അയാൾ രക്ഷപ്പെടുവാനായിട്ട് മറ്റൊരു പദ്ധതി ആലോചിച്ചു. കടൽ കൊള്ളക്കാരുടെ സഹായം തേടുക. ഇന്ന് മെഡിറ്ററേനിയൻ തീരങ്ങൾ വിനോദസഞ്ചാരികൾ ധാരാളം വരുന്നൊരു സ്ഥലമാണ്. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കഥ മറ്റൊന്നായിരുന്നു. അന്നിവിടം കടൽ കൊള്ളക്കാരുടെ താവളമായിരുന്നു. അക്കാലത്ത് റോമുമായിട്ട് കടൽ കൊള്ളക്കാർ വലിയ സൗഹൃദത്തിലാണ്. എന്നാൽ ആധുനിക തുർക്കിയുടെ ഭാഗമായ സിലിസിയയിലെ കടൽ കൊള്ളക്കാർ റോമുമായിട്ട് അങ്ങനെ അടുപ്പമില്ലായിരുന്നു. അവിടെയുള്ള പൈറേറ്റുകൾ സിലീഷ്യൻ കടൽ കൊള്ളക്കാർ എന്നാണ് അറിയപ്പെട്ടത്. ഇവരും അടിമ കച്ചവടക്കാരാണ്. അവസാനം സഹായത്തിന് വേണ്ടിയിട്ട് സിലീഷ്യൻ കടൽ കൊള്ളക്കാരെ അഭയം പ്രാപിക്കുവാനായിട്ട് സ്പാർട്ടക്കസ് തീരുമാനിച്ചു. സ്പാർട്ടക്കസും കൂട്ടരും അതിനുവേണ്ടി ഇറ്റലിയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശമായ ബ്രൂട്ടിയം എന്ന ഉപദ്വീപിൽ എത്തിച്ചേർന്നു. ഇതറിഞ്ഞ ക്രാസസ് ബ്രൂട്ടിയത്തിൽ തന്റെ ശത്രു കുടുങ്ങിയെന്നുറപ്പിച്ച് ആഹ്ലാദത്തോടെ അവരെ പിന്തുടർന്നു. BC 71 തുടക്കത്തിൽ ഇറ്റലിയുടെ തെക്കേ അറ്റത്തുള്ള റീഗിയത്തിലെ മെസീന കടലിടുക്കിന്റെ തീരത്ത് സ്പാർട്ടക്കസ് ക്യാമ്പ് ഉറപ്പിച്ചു. ഇനി റോമാക്കാരെ നേരിടണമെങ്കിൽ മറ്റൊരു പോഷക സേന കൂടി അവർക്ക് വേണം. അവിടെ നിന്നും ഓടി ഒളിക്കുവാനായിട്ട് അവർക്ക് ഒരു സ്ഥലം മാത്രമായിരുന്നു അവശേഷിച്ചത്. അത് സിസിലി ആയിരുന്നു. സ്പാർട്ടക്കസ് തുടങ്ങിവെച്ച 3ാം അടിമ കലാപത്തിനും 60 വർഷം മുൻപ് ഇറ്റലിയിലെ സിസിലിയിൽ മറ്റൊരു അടിമ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. യൂനസ് എന്ന അടിമ സ്വയം രാജാവായിട്ട് പ്രഖ്യാപിച്ചു. അത് ദാരുണമായിട്ട് അടിച്ചമർത്തപ്പെട്ടു. യൂനസ് കൊല്ലപ്പെട്ടു. സിസിലിയ ദ്വീപ് സമൃദ്ധമായിട്ടുള്ള കൃഷിയിടങ്ങൾ നിറഞ്ഞ സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആയിരക്കണക്കിന് അടിമകൾ ഉണ്ടായിരുന്നു. തോൽവിയുടെ വക്കത്ത് നിൽക്കുന്ന ആ സമയത്തും സ്പാർട്ടക്കസിന് അറിയാമായിരുന്നു അവിടെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കൊതിക്കുന്ന ധാരാളം അടിമകൾ ഉണ്ടെന്നും അവരുടെ കണ്ണിൽ താൻ ഇപ്പോഴും ഒരു വീരനായകനാണെന്നും. എങ്ങനെയെങ്കിലും സിസിലിയയിൽ എത്തുവാനായിട്ട് കഴിഞ്ഞാൽ അവരെയും തന്റെ സൈന്യത്തിൽ ഉൾപ്പെടുത്തുവാനായിട്ട് കഴിയും. അതോടെ ക്രാസസിനെതിരെ വലിയൊരു മുന്നേറ്റം നടത്തുവാൻ സാധിക്കും. എന്നാൽ മെസീന കടലിടുക്കായിരുന്നു അവരുടെ മുൻപിലെ ഏക തടസ്സം. ബ്രൂട്ടിയം ദ്വീപിൽ നിന്ന് സിസിലിയയിൽ എത്തണമെങ്കിൽ ഈ കടലിടുക്ക് താണ്ടണം. ഏകദേശം 3 മൈൽ വീതിയും 800 അടി ആഴവുമുള്ള ഈ കടലിടുക്ക് കടക്കണമെങ്കിൽ കപ്പലുകൾ വേണം. അവരുടെ പക്കലാകട്ടെ കപ്പലുകൾ ഇല്ലായിരുന്നു. ഇറ്റലിയുടെ തീരത്തു നിന്നും 10,000 ആളുകളെ സിസിലിയയിലെ സമർത്ഥമായ വയലുകളിലേക്ക് നയിക്കുവാനായിട്ട് വേറെ യാതൊരു വഴിയുമില്ല. ഒരു സൈനിക തുറമുഖം കീഴ്പ്പെടുത്തണമെങ്കിൽ പോലും അതിന് ഏറെ സമയമെടുക്കും. ഈ സിലീഷ്യൻ കടൽ കൊള്ളക്കാർ അദ്ദേഹത്തിന്റെ കൂടെയുള്ള പല അടിമകളുടെയും കുടുംബാംഗങ്ങളെ തട്ടിക്കൊണ്ടുപോയിട്ട് അടിമകളാക്കി വിറ്റവരാണ്. അവർക്കതിൽ അമർഷവുമുണ്ട്. എങ്കിലും സാഹചര്യം സ്പാർട്ടക്കസിനെ അവരുടെ സഹായം തേടുവാനായിട്ട് നിർബന്ധിതനാക്കി. ഈ തീരുമാനത്തിന് ആ ഗ്ലാഡിയേറ്റർ ജനറലിന് തന്റെ സൈന്യത്തിൽ നിന്നും വലിയ എതിർപ്പ് നേരിടേണ്ടി വന്നു. പക്ഷെ അതല്ലാതെ മറ്റൊരു വഴിയും അവർക്കില്ല. ഒന്നുകിൽ കടൽ കൊള്ളക്കാരുടെ കപ്പലുകളിൽ കയറി കടലിടുക്ക് മറികടന്ന് സിസിലിയയിലേക്ക് രക്ഷപ്പെടുക, അല്ലെങ്കിൽ 8ഓളം വരുന്ന റോമൻ ലീജിയൻ സൈന്യത്തിനെ നേരിടുക. രണ്ടാമത്തെ കാര്യം ചെയ്താൽ അത് തങ്ങളുടെ സർവനാശമായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. സ്പാർട്ടക്കസ് എങ്ങനെയോ കടൽ കൊള്ളക്കാരുമായിട്ട് ബന്ധപ്പെട്ടു. അത്ര മാത്രമേ ചരിത്രം പറയുന്നുള്ളൂ. കൂടുതൽ വിശദാംശമില്ല. അയാൾ അവരുമായിട്ടൊരു കരാറുണ്ടാക്കി. സിലീഷ്യൻ കടൽ കൊള്ളക്കാർക്ക് സ്പാർട്ടക്കസ് എന്താണ് നൽകിയത് എന്ന് കൃത്യമായിട്ടും അറിയില്ല. ചിലപ്പോൾ ദ്വീപിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ആഹാരവും ആ ഭൂമിയുടെ അവകാശവും അവർക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു കാണും. അല്ലെങ്കിൽ സ്പാർട്ടക്കസ് അവർക്ക് വലിയൊരു തുക നൽകിയിരിക്കാം. അതിനാണ് കൂടുതൽ സാധ്യത.
കാരണം അപ്പോഴേക്കും കൊള്ളയടിയിലൂടെ അവരുടെ കൈവശം ധാരാളം പണം ഉണ്ടായിരുന്നു. അങ്ങനെ കടൽ കൊള്ളക്കാർ സ്പാർട്ടക്കസിന്റെ ആളുകളെ സിസിലിയയിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് തങ്ങൾ വരുമെന്ന് പറഞ്ഞ ദിവസം വരികയാണ്. അവർ സ്വാതന്ത്ര്യത്തിലേക്ക് അടുക്കുവാൻ പോകുന്നു. തീരത്ത് അയാളും അനുയായികളും അവരുടെ കപ്പലിന്റെ കൊടിക്കൂറകൾ ചക്രവാളത്തിൽ കാണുന്നുണ്ടോ എന്ന് അക്ഷമരായിട്ട് നോക്കി നിന്നു. എന്നാൽ ഒരു കപ്പലും വന്നില്ല. സ്പാർട്ടക്കസും കൂട്ടരും വഞ്ചിക്കപ്പെട്ടു. അവരുടെ പണം വാങ്ങിയെടുത്ത കടൽ കൊള്ളക്കാർ വാക്ക് പാലിച്ചില്ല. അതോടെ ബ്രൂട്ടിയം ഉപദ്വീപിൽ അവർ കുടുങ്ങിപ്പോയി. അതേ സമയത്ത് ക്രാസസ് സമീപത്ത് പാളയമടിച്ചു. തന്റെ സേനയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും അടിമകളെ കുടുക്കുവാനും ദ്വീപിന് ചുറ്റുമായിട്ട് ഏകദേശം 40 മൈൽ നീളമുള്ള ഒരു വലിയ മതിൽ നിർമ്മിക്കുവാനായിട്ട് അയാൾ തീരുമാനിച്ചു. എങ്ങനെയെങ്കിലും അവിടെ നിന്നും രക്ഷപ്പെടാമെന്ന അവരുടെ പ്രതീക്ഷയെ ഇല്ലാതാക്കുന്നൊരു പ്രവൃത്തിയായിരുന്നു അത്. സ്പാർട്ടക്കസ് തന്റെ ജനങ്ങൾക്ക് പ്രതീക്ഷയാണ് നൽകിയത്. അതാണ് അവരെ നയിക്കുന്നത്. എന്നാൽ ക്രാസസ് തന്റെ സൈനികർക്ക് നൽകിയത് അതിലും ശക്തമായിട്ടുള്ള ഒന്നായിരുന്നു. അത് ഭയമായിരുന്നു. പോരാട്ടം അല്ലെങ്കിൽ മരണം, അതല്ലാതെ അവർക്ക് മുൻപിൽ വേറെ വഴിയില്ല. അതുകൊണ്ട് 15 അടി വീതി വരുന്ന വലിയൊരു പടുകൂറ്റം മതില് റോമൻ സൈന്യം പണിയുവാൻ തുടങ്ങി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പണി പുരോഗമിച്ച് പൂർത്തിയായി. അതുവരെയും രക്ഷപ്പെടുവാനുള്ള ഏക മാർഗം സിസിലിയയിലേക്ക് പോവുകയാണെന്ന് സ്പാർട്ടക്കസ് വിശ്വസിച്ചിരുന്നു. ഒടുവിൽ ശൂന്യമായ തടി ബാരലുകളിൽ പലക അടിച്ചുകൊണ്ട് ചെങ്ങാടങ്ങൾ നിർമ്മിക്കുവാനായിട്ട് അദ്ദേഹം തന്റെ ആളുകളോട് ആജ്ഞാപിച്ചു. അങ്ങനെ കിട്ടാവുന്ന സ്ഥലത്തു നിന്നുമെല്ലാം തടി വെട്ടിക്കൊണ്ടുവന്ന് കപ്പൽ നിർമ്മാണത്തിന് വേണ്ടി അവർ ശ്രമിച്ചു. എന്നാൽ കടലിടുക്കിലെ അതിവേഗം ഒഴുക്കുള്ള വെള്ളത്തിൽ അവർ നിർമ്മിച്ച ചെങ്ങാടങ്ങൾ കടലിലേക്ക് ഒഴുകിപ്പോയി. അതോടെ സ്പാർട്ടക്കസ് ആ ശ്രമങ്ങൾ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിന്റെ കപ്പൽ നിർമ്മാണ രീതികൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും സ്പാർട്ടക്കസിന്റെ കപ്പൽ നിർമ്മാണം തടസ്സപ്പെടുത്തുവാനായിട്ട് ക്രാസസ് ചില നടപടികൾ സ്വീകരിച്ചുവെന്ന് ചില സ്രോതസ്സുകൾ പറയുന്നു. ആ വർഷത്തെ ശീതകാലം കനത്ത തണുപ്പ് നിറഞ്ഞതായിരുന്നു. ഊഷ്മാവ് വളരെയേറെ താഴ്ന്നു. ഫലഭൂയിഷ്ടമായിട്ടുള്ള ബ്രൂട്ടിയൻ ദേശം മഞ്ഞുമൂടി തരിശുഭൂമി പോലെയായി. അപ്പോഴേക്കും അവരുടെ അടുക്കൽ വളരെ കുറച്ച് ആഹാര സാധനങ്ങൾ മാത്രമാണ് അവശേഷിച്ചിരുന്നുള്ളൂ. കൂടാതെ കുതിരകൾക്ക് മേച്ചുസ്ഥലം പോലും ഇല്ലായിരുന്നു. താൻ പണിത മതിലിന്റെ പിന്നിൽ സുരക്ഷിതനായിരുന്ന ക്രാസസിന് വിമതരുമായിട്ട് ഉടനെ എങ്ങും ഒരു യുദ്ധം ചെയ്യേണ്ടി വരില്ലെന്നറിയാമായിരുന്നു. അവരെ പട്ടിണിക്കിട്ട് കീഴടക്കുക എന്നതായിരുന്നു അയാളുടെ ആശയം. പട്ടിണിയും അതുമൂലമുള്ള മരണവും പതിവായതോടെ ആളുകൾക്ക് സ്പാർട്ടക്കസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. കടൽ കൊള്ളക്കാരെ വിശ്വസിക്കാമെന്നുള്ള അയാളുടെ തീരുമാനം അതിനാക്കം കൂട്ടി. ആദ്യകാലങ്ങളിൽ സ്പാർട്ടക്കസിന്റെ ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്ന യോജിപ്പിൽ വിള്ളലുകൾ വീഴുവാൻ തുടങ്ങി. കാരണം അവർ പട്ടിണിയും നിരാശയും മൂലം പരിഭ്രാന്തരായിരുന്നു. അവരുടെ നിശ്ചയദാർഢ്യവും തീഷ്ണതയും മാത്രമാണ് അവരെ ഇത്രയും ദൂരം എത്തിച്ചത്. ആ 2 ഗുണങ്ങളും നഷ്ടപ്പെട്ടാൽ യുദ്ധം അതോടെ അവസാനിക്കുമെന്ന് സ്പാർട്ടക്കസിന് അറിയാം. സ്വാതന്ത്ര്യം നേടുവാൻ മാത്രമല്ല, അനുയായികളുടെ മനോവീര്യം വീണ്ടെടുക്കുവാനും അദ്ദേഹത്തിന് കഠിനമായിട്ട് പരിശ്രമിക്കേണ്ടി വന്നു. അതിനുവേണ്ടി അയാൾ ഒരു കാര്യം ചെയ്തു. ഒരു രാത്രിയിൽ വേലിക്ക് അപ്പുറവും ഇപ്പുറവുമായിട്ട് പാളയമടിച്ച് കിടന്ന 2 സൈന്യങ്ങളുടെ മേലും വലിയൊരു മഞ്ഞുവീഴ്ചയുണ്ടായി. മഞ്ഞ് പതിക്കുന്നത് കണ്ട ക്രാസസിന് സന്തോഷമാണ് തോന്നിയത്. കാരണം അയാളുടെ ആളുകൾക്ക് ധാരാളം ആഹാരവും വിറകും കരുതലായിട്ടുണ്ടായിരുന്നു. നേരെ മറിച്ച് അടിമകൾക്ക് ഇതൊന്നുമില്ല. കുറച്ചു കാലമായിട്ട് അവരവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. തീർച്ചയായിട്ടും ഈ മഞ്ഞുവീഴ്ച അവരെ തകർക്കുവാൻ ധാരാളമാണ്. നാളെ നേരം പുലരുമ്പോൾ ജീവനോടെ ശേഷിക്കുന്നവർ കീഴടങ്ങുവാനായിട്ട് തൻ്റെ അടുത്തേക്ക് ഇഴഞ്ഞു വരുമെന്ന് ക്രാസസ് കണക്കുകൂട്ടി. അതോടെ എല്ലാം പൂർത്തിയാക്കി തനിക്ക് റോമായിലെ തൻ്റെ വീട്ടിലേക്ക് മടങ്ങാമെന്നും കോൺസൽമാർ തനിക്കൊരു റോമൻ ട്രയംഫ്, അതായത് നഗരത്തിലൂടെ നടത്തുന്ന യുദ്ധവിജയ യാത്ര നൽകുമെന്നും അതോടെ താൻ പോംപിയുമായിട്ട് തുല്യ നിലയിൽ എത്തുമെന്നും ക്രാസസ് വിചാരിച്ചു. പക്ഷേ ഇവിടെയാണ് ക്രാസസിന് വലിയൊരു അബദ്ധം പിടഞ്ഞത്. അയാൾ അടിമകളുടെ ഒരു ഗുണത്തെ തീരെ വിലക്കുറച്ച് കണ്ടു. അതവരുടെ കാഠിന്യമായിരുന്നു. റോമൻ പട്ടാളക്കാരെ പോലെ ശ്രദ്ധാപൂർവ്വം തൂക്കം നോക്കി നൽകപ്പെട്ട റേഷൻ കഴിക്കുന്നവരോ കൃത്യമായിട്ടുള്ള രീതിയിൽ പരിശീലനം കിട്ടിയിട്ടുള്ളവരോ ആഹാരവും സ്വാതന്ത്ര്യവുമുള്ള വീടുകളിൽ വളർന്നവരോ ആയിരുന്നില്ല ഈ മനുഷ്യരെല്ലാം. അവർ വെറും അടിമകളായിരുന്നു. അതായത് കൂടുതൽ ജോലിയും കുറഞ്ഞ ഭക്ഷണവും നൽകി പീഡനമേറ്റവർ. ക്ഷീണിച്ചതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ജോലിക്കൊരു താമസം വരികയോ ചെയ്താൽ ശിക്ഷിക്കപ്പെടുക അവർക്കൊരു പതിവായിരുന്നു. അവരെ തല്ലുകയും പട്ടിണിക്കിടുകയും ചെയ്യുന്നത് യജമാനന്മാരുടെ വിനോദമായിരുന്നു. അവർ അവരുടെ യജമാനന്മാരുടെ വീടുകളിൽ നിന്നും പലപ്പോഴും അനുഭവിച്ച യാതനകൾ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഈ മഞ്ഞുവീഴ്ച അവരെ സംബന്ധിച്ച് ഒന്നുമായിരുന്നില്ല. സ്പാർട്ടക്കസ് വേഗം തന്നെ തൻ്റെ കൂട്ടാളികളെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ആവേശകരമായിട്ടൊരു പ്രസംഗം നടത്തി. ഒരിക്കൽ കൂടി വർദ്ധിത വീര്യത്തോടെ തൻ്റെ സൈന്യത്തെ അയാൾ അണിനിരത്തി. അടിമകൾ സടകുടഞ്ഞെഴുന്നേറ്റു. പിന്നെ അയാളെ അനുഗമിച്ചു. ഇരുട്ടിൻ്റെ ആ മറവിൽ കനത്ത മഞ്ഞുവീഴ്ചയുള്ള ആ സമയത്ത് 15 അടി വീതിയുള്ള കിടങ്ങിന് കുറുകെ എന്നോണം മരച്ചില്ലകളും അതുപോലെ നിസാരമെന്ന് തോന്നിക്കുന്ന പല വസ്തുക്കളും കൊണ്ട് അടിമ സൈന്യം വലിയൊരു പാലം പണിതു. ആ പാലം വഴി ആ പടുകൂറ്റൻ കിടങ്ങ് മറികടന്ന് ചുറുചുറുക്കോടെ അവർ മതിലിൽ വലിഞ്ഞു കയറിയിട്ട് റോമൻ സൈന്യത്തെ അപ്രതീക്ഷിതമായിട്ട് ആക്രമിച്ചു. ആ സമയത്ത് തങ്ങൾ പണിത മതിലിന്റെ മറുവശത്ത് അലറുന്ന മഞ്ഞുവീഴ്ച മൂലം അടിമകളുടെ കാലടി ശബ്ദം റോമാക്കാർക്ക് കാര്യമായിട്ട് കേൾക്കുവാൻ കഴിഞ്ഞില്ല. അവർ എല്ലാവരും ഒത്തുചേർന്ന് സർവ്വശക്തിയും ഉപയോഗിച്ച് തങ്ങളെ ആ കാലാവസ്ഥയിൽ ആക്രമിക്കുമെന്ന് റോമൻ സൈനികർ പ്രതീക്ഷിച്ചില്ല. ഹിമപാതം മൂലം കാഴ്ച വ്യക്തമല്ലെങ്കിലും അടിമകൾ മൃഗീയമായിട്ട് അവരെ ആക്രമിച്ചു. സ്പാർട്ടക്കസ് അവരെ നയിച്ചു. അയാളുടെ വാൾ കയ്യിൽ മിന്നിത്തിളങ്ങി.
മൂടുപടമണിഞ്ഞ തോളുകളിൽ മഞ്ഞും തുള്ളികൾ ചിതറിത്തെറിച്ചു. ഒന്നിനു പിറകെ ഒന്നായിട്ട് റോമൻ പട്ടാളക്കാരെ അരിഞ്ഞു തള്ളി അവർ മുന്നേറി. റോമൻ ലീജിയനുകൾക്ക് ഒന്നിച്ചു ചേരുവാനായിട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്പാർട്ടക്കസിന്റെ സൈന്യം അവരെ മറികടന്ന് അപ്രത്യക്ഷരായിരുന്നു. കഠിനമായ മഞ്ഞ് വീഴ്ച കാരണം അവരുടെ ട്രാക്കുകൾ വേഗം തന്നെ അപ്രത്യക്ഷമായി. അതുകൊണ്ട് ട്രാക്കുകളെ പിന്തുടരുന്നത് ഏറെക്കുറെ അസാധ്യമായിരുന്നു. ക്രാസസ് മതിലും കിടങ്ങും കുഴിച്ച് ഉപരോധം തീർത്തത് ഇതാ വെറുതെ ആയിരിക്കുന്നു. വീണ്ടും വിമതർ ക്രാസസിന്റെ പിടിയിൽ നിന്നും അയാളുടെ കൺമുന്നിലൂടെ രക്ഷപ്പെട്ടു. അതോടെ സ്പാർട്ടക്കസിനും കൂട്ടർക്കും ഒരിക്കൽ കൂടി തെക്കൻ ഇറ്റലിയിലേക്ക് കടക്കുവാൻ കഴിഞ്ഞു. അടുത്ത വസന്തകാലം ആഗതമാകുമ്പോൾ ആൽപ്പസ് പർവ്വത നിരകളിലെത്തുവാനും പിന്നെ ഒടുവിൽ താൻ അതിരറ്റ് സ്നേഹിക്കുകയും തനിക്ക് നഷ്ടമാവുകയും ചെയ്ത ജന്മദേശത്തേക്ക് സ്വതന്ത്രനായിട്ട് പോകുവാനും അയാൾക്കിനി സാധിക്കും. അതുകൊണ്ട് കഴിയുന്നത്ര വേഗത്തിൽ അവർ വടക്കോട്ട് നീങ്ങിയിരിക്കണം. ഈ ഘട്ടത്തിൽ മിക്ക ക്ലാസിക്കൽ ഹിസ്റ്റോറിയൻസും പറയുന്നത് സ്പാർട്ടക്കസിന്റെ ഹൃദയം വീട്ടിലേക്ക് പോകുവാനാണ് ആഗ്രഹിച്ചത്. അതെ, അവസാനം അയാൾ തന്റെ ലക്ഷ്യത്തെ സമീപിക്കുകയാണ്. എന്നാൽ വളരെ അപ്രതീക്ഷിതമായി ഒരിക്കൽ കൂടി സ്പാർട്ടക്കസിന്റെ സ്വന്തം മണികളിൽ ഭിന്നത ഉണ്ടായി. അവരുടെ കൂട്ടത്തിലെ ജർമ്മൻകാരും ഗൗളുകളും ത്രാക്സിലേക്ക് പോകുവാനായിട്ട് യാതൊരു താല്പര്യവും കാണിച്ചില്ല. അടുത്ത കാലത്തായിട്ട് തങ്ങൾക്ക് നേരിട്ട തിരിച്ചടികൾ കൊണ്ടൊന്നും അവർ യാതൊരു പാഠവും പഠിച്ചില്ല. ഇപ്പോഴും തങ്ങൾക്ക് റോം കീഴടക്കുവാനായിട്ട് കഴിയുമെന്ന് അവർ വിശ്വസിച്ചു. ഈ സമയം സ്പാർട്ടക്കസ് അവരെ അനുകൂലിച്ചില്ല. താൻ ത്രാക്സിലേക്ക് പോവുകയാണ്, താല്പര്യമുള്ളവർക്ക് തൻ്റെ കൂടെ വരാം. ജർമ്മൻകാരും ഗൗളുകളും റോമിനെ ആക്രമിച്ച് മരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് നിങ്ങളുടെ മാത്രം തെരഞ്ഞെടുപ്പാണ്, അയാൾ തീർത്തു പറഞ്ഞു. അതോടെ ത്രാക്സിയന്മാരിൽ ഭൂരിഭാഗവും സ്പാർട്ടക്കസിനെ പിന്തുടർന്നു. ജർമ്മൻകാരും ഗൗളുകളും മറ്റൊരാളുടെ നായകത്വത്തിൽ അവരിൽ നിന്നും പിരിഞ്ഞുപോയി. സ്പാർട്ടക്കസ് നേരെ വടക്കോട്ട് തന്നെ നീങ്ങി. അതേ സമയത്ത് സ്പാർട്ടക്കസ് തന്റെ മൂക്കിന്റെ തുമ്പിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന വസ്തുത ക്രാസസിനെ രോഷാകുലനാക്കി. ഡെസിമേഷനിൽ ഭയന്ന അദ്ദേഹത്തിന്റെ സൈന്യം ഏതു വിധേനയും സ്പാർട്ടക്കസിനെ പിടികൂടുവാനായിട്ട് തീരുമാനിച്ചു. അസൂയയും ക്രോധവും കൊണ്ട് ഏറെക്കുറെ തളർന്നു പോയ ക്രാസസ് അപ്പോഴാണ് മറ്റൊരു കാര്യം അറിഞ്ഞത്. പോംബി മടങ്ങി വരുവാനായിട്ട് ഇനി അധികം വൈകില്ല. അതോടെ എന്നത്തെക്കാളും കഠിനമായിട്ട് അയാൾ തന്റെ സൈന്യത്തെ നയിച്ചു. പക്ഷെ അവർക്ക് സ്പാർട്ടക്കസിനെ പിടികൂടുവാനായിട്ട് കഴിഞ്ഞില്ല. പകരം സ്പാർട്ടക്കസിൽ നിന്നും വേർപിരിഞ്ഞു പോയ ജർമ്മൻകാരുടെയും ഗൗളുകളുടെയും സംഘത്തെയാണ് അവർ കണ്ടുമുട്ടിയത്. 10,000 റോമൻ സേനാംഗങ്ങൾ പൊടുന്നനെ തങ്ങളുടെ മേൽ പാഞ്ഞിറങ്ങി വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്നാൽ സ്പാർട്ടക്കസിന് വ്യക്തമായിട്ടും അറിയാമായിരുന്നു, തുറന്ന സ്ഥലത്ത് വെച്ചൊരു യുദ്ധമുണ്ടായാൽ തങ്ങൾ തോറ്റുപോകുമെന്ന്. അതുകൊണ്ടാണ് മഞ്ഞുവീഴ്ചയുടെ അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും കൂടുതൽ ആക്രമണത്തിന് മുതിരാതെ അവിടെ നിന്നും രക്ഷപ്പെടുവാൻ അയാൾ ശ്രമിച്ചത്. ജർമ്മൻകാർക്കും ഗൗളുകൾക്കും റോമിനോട് പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. റോമൻ സൈന്യം നിഷ്കരണം അവരെ വെട്ടിവീഴ്ത്തി. 12,300 അടിമകളാണ് അന്നേ ദിവസം കൊല്ലപ്പെട്ടത്. അതിനുശേഷം ക്രാസസ് സ്പാർട്ടക്കസിന്റെ സൈന്യത്തിന്റെ പിന്നാലെ പോവുകയാണ്. ഇതിനിടയിൽ സ്പാർട്ടക്കസ് മറ്റൊരു റോമൻ സൈന്യത്തിന്റെ മുൻപിൽപ്പെട്ടു. കാരണം ക്രാസസ് തന്റെ സൈന്യത്തെ പല വഴിക്കും അയച്ചിരുന്നു. ഈ റോമൻ സൈന്യത്തെ നയിച്ചത് ലൂസിയസ് ക്വിൻറ്റസ് എന്ന കുതിരപ്പടയാളിയാണ്. ഈ കമാൻഡിംഗ് ഓഫീസറുടെ പേര് മാത്രമാണ് നമുക്കറിയൂ. ആ സൈന്യനിരയിൽ എത്ര പോരാളികൾ ഉണ്ടായിരുന്നുവെന്ന് ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. സ്പാർട്ടക്കസും കൂട്ടരും മതിൽ ചാടി രക്ഷപ്പെട്ടതിനു ശേഷം ക്വിൻറ്റിയസ് അവരെ പിന്തുടരുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവർ മുഖാമുഖം വരികയാണ്. പൊടുന്നനെ സ്പാർട്ടക്കസ് അവരെ ആദ്യം ആക്രമിച്ചു. ഈ സമയത്ത് ഗറില്ല ആക്രമണ മുറകളുടെ ഒരു പരമ്പര തന്നെയാണ് അയാൾ നടത്തിയത്. വളരെ നിസ്സാരമായിട്ട് ആ പോരാട്ടത്തിൽ സ്പാർട്ടക്കസിന്റെ സൈന്യം വിജയിച്ചു. റോമിന്റെ മുൻനിര സൈന്യം ദാരുണമായിട്ട് പരാജയപ്പെട്ടു. അതോടെ സ്പാർട്ടക്കസിനും കൂട്ടർക്കും വടക്കോട്ട് പോകുവാനുള്ള തടസ്സവും ഇല്ലാതെയായി. എന്നാൽ ക്വിൻറ്റിയസ് എങ്ങനെയോ രക്ഷപ്പെട്ടു. പിന്നീട് അയാൾ റോമിലെ മികച്ചൊരു രാഷ്ട്രീയക്കാരനായിട്ട് മാറി. ആൽപ്പസ് പർവ്വത നിരകളിലേക്ക് എത്തപ്പെടും മുൻപ് സ്പാർട്ടക്കസും കൂട്ടരും അവർ മുൻപ് ചെയ്തതുപോലെ കൊള്ളയും കൊലയുമായിട്ട് ഇറ്റലിയിലൂടെ കറങ്ങി നടക്കുകയായിരുന്നോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല. എങ്കിലും അതിനാണ് കൂടുതൽ സാധ്യത. ബൈബിളിലെ മോശയെപ്പോലെ തനിക്ക് അന്യമായ വാഗ്ദത്ത ഭൂമിയും തേടി മലമുകളിലേക്ക് കണ്ണും നട്ടു നിൽക്കാതെ സ്പാർട്ടക്കസിന് വേണമെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പോകുവാനായിട്ട് കഴിയുമായിരുന്നു. പക്ഷെ അയാൾ പോയില്ല. അതിൻ്റെ കാരണമാകട്ടെ ആർക്കും അറിയില്ല. ഒരിക്കൽ കൂടി അജ്ഞാതമായിട്ടുള്ള എന്തോ ഒരു കാരണത്താൽ റോമൻ മുൻനിരയെ തകർത്തതിനു ശേഷവും സ്പാർട്ടക്കസിന്റെ അനുയായികൾക്കിടയിൽ വീണ്ടും അനൈക്യം പൊട്ടി പുറപ്പെടുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ അതിർത്തിയിൽ വെച്ച് ഒരിക്കൽ കൂടി സ്പാർട്ടക്കസ് മുന്നോട്ട് പോകാത്തതിന്റെ കാരണം ക്ലാസിക്കൽ ചരിത്രകാരന്മാർ ഊഹിക്കുന്നത് ഇങ്ങനെയാണ്. കഠിനമായ ശൈത്യകാലത്തിന് ശേഷം സ്പാർട്ടക്കസിന്റെ സംഘടിതരല്ലാത്ത വിമത സൈന്യം വല്ലാതെ തളർന്നു പോയിരുന്നു. എന്നാൽ വേറെ ചില ഹിസ്റ്റോറിയന്മാർ പറയുന്നത് ഇങ്ങനെയാണ്. റോമൻ മുൻനിര പടയെ തോൽപ്പിച്ചതോടെ വിജയം വീണ്ടും അടിമകളുടെ തലയിൽ ഉന്മാദം വിതറി. തങ്ങളുടെ പരാജയങ്ങളെല്ലാം വെറും താൽക്കാലികമായിട്ടുള്ള തിരിച്ചടികൾ മാത്രമാണെന്നും സ്പാർട്ടക്കസ് അവരെ നയിച്ചാൽ തീർച്ചയായിട്ടും തങ്ങൾക്ക് ക്രാസസിനെ പരാജയപ്പെടുത്തുവാനായിട്ട് കഴിയുമെന്നും അവർ പ്രതീക്ഷിച്ചു. എങ്കിലും ഭൂരിഭാഗം ഹിസ്റ്റോറിയൻസും പറയുന്നത് സ്പാർട്ടക്കസിന് ആ ആശയത്തോട് യോജിപ്പില്ലായിരുന്നു എന്നാണ്. അയാൾക്ക് എങ്ങനെയെങ്കിലും ആൽപ്പസ് പർവ്വത നിരകൾ മറികടന്ന് സ്വന്തം വീട്ടിലേക്ക് മടങ്ങുവാനായിരുന്നു താല്പര്യം. എന്നാൽ അവസാനം സംഭവിച്ചത് ഇതാണ്. അടിമ സൈന്യം സിലാരിയസ് നദിയുടെ തീരത്ത് പാളയമടിച്ചു. ക്രിക്സസിന്റെ മരണവാർത്ത അറിഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ റോമൻ സൈന്യത്തെ തരിപ്പണമാക്കിയതുപോലെ ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചത്. തന്റെ കീഴിലുണ്ടായിരുന്ന 12,300 മനുഷ്യരുടെ മരണത്തെക്കുറിച്ച് അറിഞ്ഞതോടെ സ്പാർട്ടക്കസിന്റെ മനസ്സിൽ വൈരാഗ്യം പൊട്ടിമുളച്ചു.
പിന്നെ അതൊരു വടവൃക്ഷമായിട്ട് മാറി. ക്രാസസിനെയും കൂട്ടരെയും നേരിടുവാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. അയാൾ അന്ന് ആരെയും ഞെട്ടിക്കുന്ന ഒരു പ്രവൃത്തി കൂടി ചെയ്തു. ഹിസ്റ്റോറിയന്മാർ പറയുന്നത് അതിന് രണ്ടർത്ഥമുണ്ടെന്നാണ്. ഒന്ന്, ക്രാസസുമായിട്ട് നടക്കുവാൻ പോകുന്ന യുദ്ധത്തിൽ നിന്നും തൻ്റെ ആളുകളെ പിന്തിരിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ പോരാട്ട വീര്യത്തിന് കൂടുതൽ ഊർജം പകരുക. അയാൾ തങ്ങൾ കീഴടക്കിയ റോമൻ തടവുകാരി ഒരാളെ തൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഉത്തരവിട്ടു. അതിനുശേഷം നീളമുള്ള 2 മരപ്പലക കൂട്ടിക്കെട്ടി ഒരു കുരിശ് നിർമ്മിച്ചു. എന്നിട്ട് ആ തടവുകാരനെ കുരിശിലേക്ക് വലിച്ചിഴച്ചു. ഒരു ആണി അയാളുടെ 2 കണങ്കാലുകളും ചേർത്ത് വെച്ച് അടിച്ചിറക്കി. 2 എണ്ണം കൈത്തണ്ടകളിലെ മണിബന്ധത്തിലും അടിച്ചിറക്കി. ആ മനുഷ്യന്റെ ചോരയിൽ ആ കുരിശ് കുതിർന്നു. അയാളുടെ നിലവിളിയുടെ അകമ്പടിയോടെ അടിമകൾ ആ കുരിശ് മുകളിലേക്ക് വലിച്ചുയർത്തി. സ്പാർട്ടക്കസിന്റെ മുഴുവൻ സൈന്യവും നോക്കി നിൽക്കവേ ആ റോമൻ പട്ടാളക്കാരൻ ചാരനിറമുള്ള ശൈത്യകാല ആകാശത്തിനെ പശ്ചാത്തലമാക്കി ക്രൂശിക്കപ്പെട്ടു. പിന്നെ വളരെ വളരെ സാവധാനത്തിൽ കഠിനമായ വേദനയെടുത്ത് അയാൾ മരിച്ചു. അതിനുശേഷം സ്പാർട്ടക്കസ് തന്റെ സൈനികരുടെ നേരെ തിരിഞ്ഞ് അവരോട് വലിയൊരു പ്രസംഗം നടത്തുകയാണ്. നമ്മൾ പോരാടുവാനായിട്ട് താമസിച്ചാൽ അവർ യുദ്ധം വിജയിക്കും. അങ്ങനെ സംഭവിച്ചാൽ ഈ അവസ്ഥ നമുക്കായിരിക്കും ഉണ്ടാവുക. ക്രാസസ് അങ്ങനെ ചെയ്തിരിക്കും. മറിച്ച് നമ്മൾ ജയിച്ചാൽ ഇതേ അവസ്ഥ അവർക്ക് സംഭവിക്കും. അവർ നമ്മളാൽ ക്രൂശിക്കപ്പെടും. ഈ സന്ദേശം അവരോട് പറഞ്ഞത് ഇതാണ്: ഒന്നുകിൽ പോരാടുക, അല്ലെങ്കിൽ മരിക്കുക. സിലാരിയസ് നദിയുടെ തീരത്ത് ക്രൂശിക്കപ്പെട്ട റോമൻ സൈനികന്റെ നിഴലിൽ നിന്നുകൊണ്ട് സ്പാർട്ടക്കസ് തന്റെ വാൾ ഉയർത്തി. ചാരനിറമുള്ള ആകാശം ആ വാളിന് മങ്ങിയ തിളക്കം നൽകി, അയാളുടെ ജീവിത അവസാനത്തിന്റെ സൂചന എന്ന പോലെ. അതിനുശേഷം അയാൾ തന്റെ കുതിരയുടെ അരികിലേക്ക് വന്നു. ഒറ്റവെട്ടിന് അയാൾ അതിന്റെ കഴുത്ത് ഛേദിച്ചു. തന്റെ കുതിരയുടെ ഇരുണ്ട രക്തം അയാളുടെ കാൽക്കീഴിലെ മഞ്ഞുപാളിയിൽ വ്യാപിച്ചു. നമ്മൾ ഈ പോരാട്ടത്തിൽ വിജയിച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള കുതിരകൾ വേറെയും കിട്ടും. എന്നാൽ നമ്മൾ തോറ്റാൽ എനിക്കൊരു കുതിരയുടെ ആവശ്യമില്ല, അയാൾ ശാന്തനായിട്ട് പറഞ്ഞു. സ്പാർട്ടക്കസിന് അപ്പോഴും അറിയാമായിരുന്നു തന്റെ ചൂടുവയ്പ് മരണത്തിലേക്കാണെന്ന്. മറുവശത്ത് ക്രാസസിന്റെ 8 ലീജിയനുകൾ അടിമകൾക്ക് വേണ്ടിയിട്ട് ശാന്തമായിട്ട് ക്ഷമയോടെ കാത്തിരുന്നു. അടിമകൾ ഈ പോരാട്ടത്തിൽ ഒരിക്കലും വിജയിക്കില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അടിമകൾ ചെയ്ത ഒരേ ഒരു തെറ്റിതായിരുന്നു, 1 വർഷം മുൻപേ അവർ ആൽപസ് പർവ്വതം കടക്കേണ്ടതായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ ഈ ദുരവസ്ഥ വരില്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ വിജയലഹരി തലയ്ക്ക് പിടിച്ച അടിമകൾ അങ്ങനെ ചെയ്തില്ല. സ്പാർട്ടക്കസിനും അതിൽ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. കിടങ്ങിനെ ഭേദിച്ച് ക്രാസസിന്റെ മൂക്കിൻ തുമ്പിലൂടെ രക്ഷപ്പെട്ടപ്പോൾ മുതൽ തന്റെ കീഴിലുള്ള ജനങ്ങളുടെ നിയന്ത്രണം അയാൾക്ക് ക്രമേണ നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. ക്രാസസിന്റെ സൈന്യം അടിമകൾക്കെതിരെ അണിനിരക്കുന്ന കാഴ്ച കണ്ടിട്ടും സ്പാർട്ടക്കസിന്റെ വാക്കിന് യാതൊരു വിലയും കൊടുക്കാതെ നിരവധി ചെറുസംഘങ്ങൾ പ്രധാനപ്പെട്ട സൈന്യത്തിൽ നിന്നും പിരിഞ്ഞുപോയിട്ട് ക്രാസസിനെ ആക്രമിച്ചു. അത് എല്ലായ്പ്പോഴും അവരുടെ മരണത്തിലാണ് കലാശിച്ചത്. ഇത്തവണ സ്പാർട്ടക്കസ് ആദ്യമായിട്ട് യുദ്ധം ചെയ്തു മരിക്കുകയല്ലാതെ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചിന്തിച്ചു. ഒടുവിൽ ശത്രുവിനോട് സന്ധി ചെയ്യാമെന്ന പ്രതീക്ഷയോടെ അദ്ദേഹം ക്രാസസിന്റെ അടുത്തേക്ക് ഏതാനും ദൂതന്മാരെ അയച്ചു. റോമൻ സൈന്യവും കഴിഞ്ഞുപോയ ശൈത്യകാലത്ത് അവരെ പോലെ തന്നെ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ക്രാസസ് സമാധാനം തിരഞ്ഞെടുക്കുമെന്നാണ് അയാൾ പ്രതീക്ഷിച്ചത്. എന്നാൽ സമാധാനം സ്ഥാപിക്കുകയായിരുന്നില്ല ക്രാസസിന്റെ ജീവിത ലക്ഷ്യം. അത് യുദ്ധവിജയവും അതുമൂലം സമൂഹത്തിൽ തനിക്ക് കിട്ടുന്ന മഹത്വവും അതുമാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം. സന്ധി ചെയ്താൽ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാം. പക്ഷേ ക്രാസസിന് മനുഷ്യജീവൻ സംരക്ഷിക്കുന്നതിൽ യാതൊരു താല്പര്യവുമില്ലായിരുന്നു. എങ്ങനെയെങ്കിലും ജയിക്കണം, പോംബിയെ പോലെ മഹത്വം നേടണം, ജനങ്ങളാൽ പ്രശംസിക്കപ്പെടണം. അതിന് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അടിമകളെ പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്തി ഉന്മൂലനം ചെയ്യുക മാത്രമാണ്. ചുരുക്കത്തിൽ സന്ധി സംഭാഷണം പരാജയപ്പെട്ടു. പോംബി ഇതിനോടകം റോമിൽ മടങ്ങിയെത്തിയിരുന്നുവെന്ന് ക്രാസസ് അറിഞ്ഞു. കൂടാതെ അയാളുടെ സ്വപ്നത്തെ തകർക്കുന്ന മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. റോമൻ സെനറ്റ് കൂടി ആലോചിച്ച് പോംബിയെയും അദ്ദേഹത്തിന്റെ യുദ്ധവീരന്മാർ അടങ്ങുന്ന സൈന്യങ്ങളെയും ബ്രൂട്ടിയത്തിലേക്ക് ഇതിനോടകം അയച്ചിരുന്നു. ചുരുക്കത്തിൽ ക്രാസസ് സ്പാർട്ടക്കസുമായിട്ട് യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ പോംബി അയാളെ സഹായിക്കുവാനായിട്ട് ഇതിനോടകം തന്നെ ഇവിടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. പോംബി അവരുടെ അടുത്ത് എത്തുകയും പിന്നെ യുദ്ധം ചെയ്യുകയും ചെയ്താൽ ഒരു കാര്യം സംഭവിക്കും. ഈ പോരാട്ടം അവസാനിപ്പിച്ചതിന്റെ മഹത്വം മുഴുവനും അയാൾ ചുളിവിൽ തട്ടിയെടുക്കും. ചുരുക്കത്തിൽ പോംബി അവരുടെ അടുത്ത് എത്തും മുൻപ് ക്രാസസിന് ഏത് വിധേനയും സ്പാർട്ടക്കസിനെയും കൂട്ടരെയും വകവരുത്തണം, അല്ലെങ്കിൽ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോകും. സ്പാർട്ടക്കസ് അവസാനം ഭയപ്പെട്ടത് സംഭവിച്ചു. തുറന്ന സ്ഥലത്ത് വെച്ച് പോരാട്ടം നടക്കുവാനായിട്ട് പോകുന്നു. അടിമകൾക്ക് മുൻപിൽ വെച്ച് റോമാക്കാരനെ ക്രൂശിച്ചതും തന്റെ കുതിരയെ ഒറ്റവെട്ടിന് കൊന്നതും തന്റെ കൂട്ടാളികളിൽ ആവേശമുണ്ടാക്കിയെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. വെറും കാൽനടയായിട്ട് കയ്യിൽ വാളുമേന്തി സ്പാർട്ടക്കസ് മുൻപോട്ട് കുതിച്ചു. അടിമകളും അയാളെ പിന്തുടർന്നു. സ്പാർട്ടക്കസ് റോമൻ സൈനിക നിരയിലെ ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ് പോയത്. അവിടെയാണ് നിരവധി പടയാളികളാൽ ചുറ്റപ്പെട്ട് ക്രാസസ് സുരക്ഷിതനായിട്ട് നിൽക്കുന്നത്. ആ സമയത്ത് ക്രാസസിന്റെ ജീവൻ എടുക്കുക എന്ന ചിന്ത മാത്രമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. സ്പാർട്ടക്കസിന് ചുറ്റും ആയുധങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്ന ശബ്ദങ്ങളും നിലവിളികളും ആക്രോശങ്ങളും ഉയർന്നു. തന്റെ സ്വന്തം സഖാക്കളുടെ ചുടുരക്തം മുഖത്തു തെറിക്കുമ്പോഴും എതിരാളികളെ ഓരോന്നോരോന്നായിട്ട് അരിഞ്ഞു വീഴ്ത്തി അയാൾ മുന്നേറി. ഗ്ലാഡിറ്റോറിയൽ രംഗത്ത് അവനെ ഇത്ര കാലവും ജീവനോടെ നിലനിർത്തിയ ആവേശത്തോടുകൂടി അയാൾ പോരാടി. ഒടുവിൽ അയാൾ ക്രാസസിന് കാവൽ നിൽക്കുന്ന പടയാളികളുടെ അടുത്തെത്തി.
ഒരു ചുഴലിക്കാറ്റ് പോലെ അവരുടെ രക്തം അയാളുടെ പടച്ചട്ടയിൽ തെറിച്ചു വീണു. സ്പാർട്ടക്കസ് അവരിൽ രണ്ടുപേരെ നിമിഷ നേരം കൊണ്ട് കൊലപ്പെടുത്തി. അവസാനം ആ ധീരനായിട്ടുള്ള ഗ്ലാഡിയേറ്ററും തന്ത്രശാലിയായിട്ടുള്ള ക്രാസസും പരസ്പരം മുഖാമുഖം വരികയാണ്. സ്പാർട്ടക്കസ് അവസാനത്തെ അംഗത്തിന് തയ്യാറെടുത്തു. അടുത്ത നിമിഷം ഒരു റോമൻ പടയാളി അയാൾക്ക് നേരെ ഒരു കുന്തം വലിച്ചെറിഞ്ഞു. അത് സ്പാർട്ടക്കസിന്റെ കാലിലാണ് തുളഞ്ഞു കയറിയത്. മഞ്ഞ് മൂടിയ നിലത്തേക്ക് രക്തം ചൊരിഞ്ഞു വീണു. ആ വിമത നേതാവ് എഴുന്നേൽക്കുവാൻ കഴിയാതെ മുട്ടുകുത്തി വീണുപോയി. പക്ഷെ അയാൾ കീഴടങ്ങുവാനായിട്ട് തയ്യാറായില്ല. അപ്പോഴും തന്റെ നേർക്ക് അവസാനമില്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന നിരവധി റോമൻ പട്ടാളക്കാരെ അയാൾ അരിഞ്ഞു വീഴ്ത്തി. തന്റെ ഹൃദയത്തിന്റെ അവസാനത്തെ തുടിപ്പ് നിലയ്ക്കും വരെയും അയാൾ പൊരുതി. BC 71 തുടക്കത്തിൽ നമുക്ക് അജ്ഞാതമായ ഒരു തീയതിയിൽ വെച്ച് സിലാരിയസ് നദീതീരത്ത് നടന്ന ആ പോരാട്ടത്തിൽ കേവലം 1000 റോമാക്കാർ മാത്രമാണ് കൊല്ലപ്പെട്ടത്. അതേസമയം സ്പാർട്ടക്കസിന്റെ സൈന്യം പരിപൂർണമായിട്ടും കശാപ്പ് ചെയ്യപ്പെട്ടു. ഇതിനോടകം അടിമകളിൽ ചിലർ മലകളിലേക്ക് ഓടി രക്ഷപ്പെട്ടു. പക്ഷെ പിന്തുടർന്നുപോയ റോമൻ സൈന്യം അവരിൽ ബഹുഭൂരിപക്ഷം ആളുകളെയും കശാപ്പ് ചെയ്തു. മൃതദേഹങ്ങൾ യുദ്ധക്കളത്തിൽ എല്ലായിടത്തും ചിതറിക്കിടന്നു. അതിലൊന്ന് ത്രാക്സിനായ സ്പാർട്ടക്കസിൻ്റെതായിരുന്നു. എന്നാൽ സ്പാർട്ടക്കസിന്റെ ശരീരം തിരിച്ചറിയുവാൻ പോലും കഴിഞ്ഞിരുന്നില്ല. റോമാക്കാർ അവരുടെ സകല ദേഷ്യവും ആ ശരീരത്തിൽ പ്രകടിപ്പിച്ചു. അവരയാളെ 100 കണക്കിന് കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി. എന്നാൽ ക്രാസസിനെ സംബന്ധിച്ച് അയാളുടെ അധ്വാനം വെറുതെ ആയിപ്പോയി. അതേ സമയത്ത് റോമിൽ നിന്നും കൃത്യസമയത്ത് പോംബി തന്റെ സൈന്യവുമായിട്ട് അവിടേക്ക് വന്നു ചേരുകയാണ്. അപ്പോഴേക്കും ക്രാസസും കൂട്ടരും അടിമ സൈന്യത്തിന്റെ 3/4% കൊന്നിരുന്നു. അവിടെയും ഇവിടെയുമായിട്ട് ഛിന്നഭിന്നമായിട്ട് കിടക്കുന്ന വിമതരുടെ ഏതാനും ചെറിയ ഗ്രൂപ്പുകൾ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. അപ്പോഴാണ് പോംബി അവിടെ എത്തിയത്. ആ ചെറിയ ഗ്രൂപ്പുകളെ പിടിക്കുവാനായിട്ട് പോംബി പുറപ്പെട്ടു. അങ്ങനെ 3ാം സർവേയിൽ യുദ്ധം അവസാനിച്ചു. അതിന്റെ കാരണക്കാരൻ താനാണെന്ന് ക്രാസസിനെ വ്യക്തമായിട്ടും അറിയാം. എന്നാൽ ക്രാസസിന്റെ മൂക്കിന് താഴെ നിന്നും ആ മഹത്വം മോഷ്ടിച്ചെടുക്കുവാനാണ് പോംബി എത്തിയത്. രക്ഷപ്പെട്ടോടിയ ആയിരക്കണക്കിന് അടിമകളെ പോംബി പിടികൂടി. താൻ കീഴടക്കിയ ഓരോ പുരുഷനെയും സ്ത്രീകളെയും കുട്ടികളെയും പോംബി കുരിശ് നിർമ്മിച്ച് ക്രൂശിച്ചു. ആപ്പിയൻ പാതയിൽ നിന്നും കപ്പുവായിലേക്ക് പോകുന്ന ആ വഴിത്താരം മുഴുവനും അടിമകൾ കുരിശിലേറ്റപ്പെട്ട് കിടന്നു. അടിമയുദ്ധം ആരംഭിച്ചതും ഒടുവിൽ അവസാനിച്ചതും അതേ കപ്പുവായിൽ വെച്ചായിരുന്നു. സാധാരണഗതിയിൽ കുരിശിലേറ്റപ്പെട്ടവർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ജഡങ്ങൾ കീഴയിറക്കി അടക്കാറുണ്ട്. അതാണ് പതിവ്. എന്നാൽ പോംബി അതിന് തയ്യാറായില്ല. അവരുടെ മാംസം ആ കുരിശുകളിൽ കിടന്ന് അഴുകി. പിന്നെ ചാരനിറമുള്ള ആകാശത്തിനെ സാക്ഷിയാക്കിയത് നിലത്തേക്ക് അടർന്നു വീണു. അവരുടെ അസ്ഥികൂടങ്ങൾ ഒരു മുന്നറിയിപ്പ് എന്നോണം അവിടെ അവശേഷിച്ചു. ഇനിയൊരു കലാപം ഉണ്ടാക്കുവാൻ അടിമകൾ മുതിർന്നാൽ അവർക്കുള്ളൊരു മുന്നറിയിപ്പ് എന്ന പോലെ. BC 71 തുടക്കത്തിൽ അന്ന് കുരിശിലേറ്റപ്പെട്ടത് 6000-ഓളം അടിമകളായിരുന്നു. ക്രാസസിനെ സംബന്ധിച്ച് താൻ സ്വപ്നം കണ്ട വിജയം ഒരിക്കലും ലഭിച്ചില്ല. 3ാം സർവേയിൽ യുദ്ധം അവസാനിപ്പിച്ചതിന്റെ എല്ലാ ക്രെഡിറ്റും ചുളുവിൽ പോംബിക്ക് കിട്ടി. തൊട്ടു മുൻപ് അയാൾ സ്പെയിനിൽ വെച്ച് നേടിയെടുത്ത യുദ്ധവിജയങ്ങളും അതിന് പോംബിയെ സഹായിച്ചു. റോമിലെ തെരുവുകളിൽ വെച്ച് മഹത്തായ ഒരു യുദ്ധവിജയ പ്രദർശനം നടത്തപ്പെടുകയാണ്. ഒരു രാജകുടുംബത്തിലെ അംഗത്തെ പോലെ പോംബി അലങ്കരിച്ച ഒരു കുതിരവണ്ടിയിൽ കയറി. പിന്നെ നഗര പ്രദർശനം നടത്തി. ജനക്കൂട്ടം അദ്ദേഹത്തെ സ്തുതിച്ചു. എന്നാൽ ക്രാസസ് കടന്നു വന്നപ്പോൾ വളരെ ചെറിയൊരു കയ്യടി മാത്രമാണ് അയാൾക്ക് കിട്ടിയത്. സത്യത്തിൽ സ്പാർട്ടക്കസ് ഉയർത്തിയ അടിമ കലാപത്തെ അടിച്ചമർത്തുവാനുള്ള എല്ലാ ജോലികളും ചെയ്തത് ക്രാസസ് ആയിരുന്നു. അത് അദ്ദേഹത്തിനും അറിയാം. പക്ഷെ മണ്ണും ചാരി നിന്നവൻ പെണ്ണിനെ കൊണ്ടുപോയി. ആ അവസ്ഥയാണ് ഉണ്ടായത്. യുദ്ധത്തിൽ പോംബി ചെയ്ത ഏക കാര്യം ഇതാണ്. അല്പം മാത്രം അവശേഷിക്കുന്ന ഏതാനും അടിമക്കൂട്ടങ്ങളെ ആക്രമിച്ച് ക്രൂശിക്കുക. എന്നിട്ടും പോംബി ഒരു ധീരനായകനായിട്ട് ജനങ്ങൾ വാഴ്ത്തിപ്പാടി. ക്രാസസ് പൂർണ്ണമായിട്ടും അവഗണിക്കപ്പെട്ടു. തൻ്റെ സങ്കടം അയാൾ തീർത്തത് ഇങ്ങനെയാണ്. ആഡംബരപൂർണ്ണമായിട്ടുള്ള പാർട്ടികളും മറ്റും നടത്തി. പിന്നെ അവിടെ വെച്ച് അടിമകൾക്കെതിരെ താൻ നടത്തിയ പ്രവർത്തനങ്ങൾ എല്ലാം മറ്റുള്ളവരോട് പറഞ്ഞു. എങ്കിലും പോംബി നേടിയെടുത്ത മഹത്തായ പദവി ക്രാസസിന് ഒരിക്കലും ലഭിച്ചില്ല. ഒരു സ്വതന്ത്ര ലോകത്തിനു വേണ്ടിയിട്ട് സ്പാർട്ടക്കസ് തൻ്റെ ജീവനാണ് ബലി കൊടുത്തത്. ഈ സംഭവം നടന്ന ഇന്നേക്ക് ഏതാണ്ട് 2100 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ഇന്നും ധീരന്മാരായിട്ടുള്ള പലരും അദ്ദേഹത്തിൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരുന്നു. അവർ മഹത്തായിട്ടുള്ള മനുഷ്യ സ്വാതന്ത്ര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. കഥ തീരും മുൻപായിട്ട് ഒരു കാര്യം കൂടി പറയുവാനുണ്ട്. സ്പാർട്ടക്കസിന്റെ മരണത്തിൽ ചില ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. ആ യുദ്ധത്തിൽ സ്പാർട്ടക്കസ് കൊല്ലപ്പെട്ടുവെന്നും അല്ല അദ്ദേഹം രക്ഷപ്പെട്ടുവെന്നും 2 വാദമുണ്ട്. ഒന്നാമതായിട്ട് അദ്ദേഹത്തിന്റെ മൃതശരീരം തിരിച്ചറിഞ്ഞിരുന്നില്ല. ക്രാസസിന്റെ സൈനികരാൽ സ്പാർട്ടക്കസ് കൊല്ലപ്പെട്ടു എങ്കിൽ ആ ജഡം ഉറപ്പായിട്ടും യുദ്ധവിജയത്തിന്റെ ഭാഗമായിട്ട് സിലാരിയസ് നദിക്കരയിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന് റോമാ നഗരത്തിൽ പൊതുദർശനത്തിന് വയ്ക്കുമായിരുന്നു. മറിച്ച് അയാളെ ജീവനോടെ പിടികൂടിയിരുന്നുവെങ്കിൽ റോമിലെ തെരുവിലൂടെ റോമാ സാമ്രാജ്യത്തിനെ കിടികിടാ വിറപ്പിച്ച സ്പാർട്ടക്കസിനെ ജീവനോടെ അവർ നടത്തിക്കൊണ്ടു പോകുമായിരുന്നു. അതും ഉണ്ടായില്ല. ചുരുക്കത്തിൽ സിലാരിയസ് നദിക്കരയിൽ വെച്ച് നടന്ന ആ പോരാട്ടത്തിൽ സ്പാർട്ടക്കസ് രക്ഷപ്പെട്ടോ അതോ കൊല്ലപ്പെട്ടോ എന്നുള്ളത് ഇന്നും ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നു. സ്പാർട്ടക്കസിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.